അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ CS അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ CS അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദേവദാസനെ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ജോൺ CS. ഞാൻ 4 വർഷമായി സഭയുടെ ശുശ്രൂഷയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. എങ്കിലും പരസ്യ യോഗങ്ങളിലൊക്കെ സ്വന്തമായി പരസ്യയോഗങ്ങൾ ചില ദൈവദാസന്മാരുമായി ചേർന്ന് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലെ ഭാര്യയും ഞാനും മാത്രമേ ഇപ്പോൾ സ്ഥലത്തുള്ളൂ. 2 മക്കളുണ്ട്. 2 പേരും കുടുംബസ്ഥരാണ്. 2 പേർക്കും 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് ഞാൻ 1956 ജനിച്ചു. ജനിച്ചത് ഈ സ്ഥലത്ത് തന്നെയാണ്, പത്തനാപുരം കടക്കാമെന്ന് തന്നെയാണ്. എൻ്റെ പിതാവും മാതാവിനും ഞങ്ങൾ 6 മക്കളാണ്. അതിൽ 5ാമത്തെ ആളാണ് ഞാൻ. പിതാവും മാതാവും മരിച്ചുപോയി. സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. ചിലര് മൂത്ത സഹോദരനൊക്കെ നല്ല വാർദ്ധക്യത്തിലുമൊക്കെയാണ്. അങ്ങനെ ആയിരിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ കഴിഞ്ഞ 26 വർഷം കർത്താവിൻ്റെ വേലയിലായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ തുടർന്ന് വരവേ ഇപ്പോൾ ഒരു 4 വർഷമായി സഭയുടെ ശുശ്രൂഷ ഇല്ലാതെ വീട്ടില്ല. ബാല്യകാലം എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചത് ഈ സ്ഥലത്ത് തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ജനിച്ച നാൾ മുതൽ വീടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഞങ്ങളുടെ പിതാവ് എസ്റ്റേറ്റുകളിൽ ജോലിക്കായിട്ട് പോയി അവിടെ ലയങ്ങളിലുമൊക്കെ പാർത്ത് പുള്ളി പിതാവിനെ സംബന്ധിക്കുന്നിടത്തോളം ദൈവവുമായി യാതൊരു ബന്ധവും ഒന്നുമില്ലാഞ്ഞ ഒരു വ്യക്തിയാണ്. സമുദായ സഭകളിൽ പോലും പോകാറില്ല. അമ്മയും അപ്പനും ഈ പള്ളികളിൽ പോകുന്നത് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതിനോട് അവർക്ക് വലിയ താല്പര്യമില്ല. ഏത് പ്രശ്നത്തിനും മുൻപോവുകയും എടുത്തുചാട്ടക്കാരനും ഒക്കെ ആയിരുന്നു. പലരും എൻ്റെ പിതാവിനെ കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സമ്പത്തൊന്നുമില്ലായിരുന്നെങ്കിലും നല്ല പിടിപാടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കേസുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ പിതാവിനെ സംബന്ധിച്ച് കുറ്റമായി പറയുകയല്ല, തലമുറകളെ കുറിച്ചൊരു നല്ല ഒരു നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അന്നത്തെ കാലത്തെ പണി ലാസ്റ്റ് വന്നപ്പോൾ രോഗിയായി തീർന്നിട്ട് വയ്യാതെയായിട്ട് ഓടാലിപ്പണി, മരങ്ങളൊക്കെ മുറിച്ച് ചെത്തി ഒരുക്കുന്ന ജോലിയൊക്കെ ആയിരുന്നു. അത് സ്ഥിരമായി ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. പിന്നെ പിതാവിന്റെ ആ രീതിയിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ മൂത്ത സഹോദരന്മാര്. ഓരോരുത്തരും പ്രായമായി വരുന്നവര് അവരവരുടെ കാര്യം മാത്രം നോക്കി. എന്ന് വെച്ചാൽ ഞങ്ങളെ പാർത്തുകൊണ്ടിരുന്നത് കിടക്കാമെന്ന് ഒരു പിന്നെ ഈ റോഡ് സൈഡിൽ, കായംകുളം മുല്ലൂർ റോഡിന്റെ സൈഡില് ഫോറസ്റ്റിന്റെ എറമ്പിലാണ്. റോഡ് കഴിഞ്ഞ് ഞങ്ങളുടെ വീട് കഴിഞ്ഞ ഫോറസ്റ്റാണ്. അപ്പോൾ സഹോദരന്മാരൊന്നും വിദ്യാഭ്യാസം ഒന്നും ചെയ്യാതെ അവരൊക്കെ ഈ പിതാവിനെ ഇവരെ ഒന്നും ആരെയും വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യങ്ങളൊന്നും, ഒട്ടും താല്പര്യം തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഒരു പരുവം കഴിഞ്ഞപ്പോൾ അവരവർക്ക് തന്നെ അധ്വാനിച്ച് കഴിയണം. പക്ഷേ കപ്പയിട്ട് തിന്നാൻ പോലും സ്ഥലമില്ലാത്ത, സ്വന്തമായി ഒന്നുമില്ലാത്തവർ എന്ത് അധ്വാനിക്കാനാണ്? പിന്നെ മറ്റ് ജോലികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ഫോറസ്റ്റിൽ നിന്ന് അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് തടിയും വിറവും ഒക്കെ എടുത്ത് അതൊക്കെ മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്ത് ഒക്കെയാണ് ആദ്യ കാലങ്ങളിലൊക്കെ ജീവിച്ചു പോരുന്നത്. അങ്ങനെ ഇരിക്കവേ എന്നെ
എന്റെ 6ാമത്തെ വയസ്സിൽ കൊണ്ടുവന്ന് 1ാം ക്ലാസ്സിൽ ചേർത്തിട്ട് സാറിനോട് പറഞ്ഞ് എന്റെ വിദ്യാഭ്യാസ സംരക്ഷണയ്ക്ക് വേണ്ടി ആകെക്കൂടെ പറഞ്ഞത് നല്ല അടി കൊടുത്തേക്കണം പഠിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ്. അക്ഷരങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ല, അത് സത്യമായിരുന്നു. പിന്നെ സാറന്മാരടിക്കുകയും പിന്നെ വരുമ്പോൾ ഭക്ഷണമൊന്നുമില്ല, നമുക്ക് വേണ്ടുന്ന വസ്ത്രമില്ല, പിന്നെ മൂത്ത സഹോദരങ്ങളും അവരവരുടേതായ ഇഷ്ടത്തിന് മറ്റേ പുറമോട്ടൊന്നും നോക്കാതെ അവരും പോയി. അതുകൊണ്ട് ഈ പഠിത്തം എനിക്കൊരു ശല്യമായി തോന്നി. കാരണം ഈ ചേട്ടന്മാരൊക്കെ ചായക്കടയിലൊക്കെ പോയി ചായ കുടിക്കുന്നത് കാണുമ്പോൾ ദൈവമേ എനിക്കും ഇങ്ങനെ ഒരു ചായ കുടിക്കാനുള്ള സാഹചര്യം എപ്പോഴാ ഉണ്ടാകുന്നതെന്നൊക്കെ ഇന്നത്തെ എൻ്റെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ പദവിയായിട്ട് ഞാനന്ന് കരുതിയിരുന്നു. കാരണം വിശപ്പ് സഹിക്കാൻ കഴിയത്തില്ല. സഹോദരന്മാരൊക്കെ രാവിലെ എഴുന്നേറ്റ് രാത്രിയിൽ ചോറൊന്നും ഇല്ലെങ്കിലും, കാരണം എല്ലാ കുടുംബങ്ങളും വന്ന് പട്ടിണിയാണെങ്കിലും ഒരു സഹകരണവും സ്നേഹവും ഉള്ള കുടുംബമായിരുന്നു ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ. ഞങ്ങൾക്ക് ഒരുപാട് ബന്ധുക്കൾ വീടുകൾ കൂടെ ഉണ്ടായിരുന്നു. ആ വീടുകളിലൊക്കെ എല്ലാവരും നല്ല സഹോദരന്മാരോടൊക്കെ സ്നേഹവും പിതാവിന്റെ സ്നേഹവും ഒക്കെ. പിതാവ് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ മുൻകോപിയും ഈ എന്തോ പറഞ്ഞാലും രാഗവും ഒക്കെ ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ പിന്നെ എന്തേലും ജോലി ചെയ്ത് കിട്ടിയാൽ ഒരു 3 രൂപ അന്ന് എന്റെ കുഞ്ഞിലെ ഒക്കെ ജോലിക്ക് കോടാലിപ്പണിക്ക് കിട്ടുന്നത്. പക്ഷേ അപ്പച്ചൻ 6 രൂപ വേണം മുറുക്കാൻ. മദ്യപാനമില്ല, മദ്യപാനികളോട് ഇഷ്ടവുമില്ല, മദ്യപാനമൊന്നുമില്ല, മോഷണം ചെയ്യത്തില്ല. പക്ഷെ ഒരു എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതമായിരുന്നു നടത്തിയത്. അമ്മ കഴിവില്ലാത്ത അമ്മയായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇച്ചിരി പ്രായമായിരുന്നെങ്കിൽ ഒരു ചായക്കെങ്കിലും ജോലി ചെയ്ത്, കാരണം ഞങ്ങൾക്ക് വേറെ ആർക്കും ജോലിക്ക് പോകണ്ട, ഫോറസ്റ്റ് കിടപ്പുണ്ട്, ഈ ഗവൺമെന്റ് വക. അതിലെ മരുതി, വെട്ടി, പുന്ന, അങ്ങനെ തേമ്പാവ് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ കർശനമൊന്നുമില്ല, നല്ല കൈക്കോടാലികളൊക്കെ ഉണ്ട്. ഞാന് പഠിച്ചു. എന്നെ പഠിക്കാൻ കൊണ്ട് വിട്ടിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, കാരണം പഠിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ആഗ്രഹവുമില്ല, കാരണം പഠിത്തത്തെ കുറിച്ചൊക്കെ ഒരു നല്ല അറിവ് കുഞ്ഞുങ്ങൾക്ക് നൽകിയെങ്കിലല്ല പഠിത്തമൊക്കെ നടക്കുകയുള്ളൂ. എനിക്ക് അതിനൊന്നും കഴിഞ്ഞില്ല. നിരാശപ്പെടുന്നതിന്റെ അർത്ഥവും അറിയത്തില്ല. പക്ഷെ എന്റെ ഏക ലക്ഷ്യം ഇതാണ്, എന്തെങ്കിലും ഇവരെ പോലൊക്കെ ചെയ്ത് എനിക്ക് ഒരു ചായയൊക്കെ കുടിക്കണം. അപ്പോൾ തന്നെ എൻ്റെ അമ്മ വലിയ കഴിവൊന്നുമില്ല, തന്നെയെല്ലാം പിതാവിന്റെ അമട്ടിന് കീഴിൽ ഒതുങ്ങി കഴിയുകയാണ്. എന്തുവേലും കിട്ടിയാൽ തന്നെ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും വേണ്ടുന്ന പോലെ അറിയാത്ത ഒരു മാതാവായിരുന്നു. എന്റെ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ജീവിതം തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോൾ എനിക്ക് അത് കഴിഞ്ഞില്ല. ഏതായാലും ഞാൻ ആകെ പഠിച്ചത് 5 വർഷമാണ്. അതിൽ 3 വർഷവും 3-ൽ തന്നെ ആയിരുന്നു. അവിടുന്ന് ഞാൻ എന്റെ പഠിത്തം നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ കൈക്കോടാലി ഉണ്ട്, വെട്ടോത്തിയുണ്ട്, അതൊക്കെ എടുത്ത് 9 വയസ്സായപ്പോ മുതല് പോയി എന്റെ പ്രാപ്തിക്കനുസരിച്ച് കൊച്ചു കൊച്ചു മരങ്ങളും ഒക്കെ മുറിച്ചും കമ്പുകളൊക്കെ മുറിച്ച് കൊണ്ടിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉടനെ അന്നത്തെ കാലത്ത് 1.5 രൂപ 2 രൂപയൊക്കെ കിട്ടും. അത് കൊണ്ടൊക്കെ ഞാനും ഇങ്ങനെ ആ നിലയിലേക്ക് അങ്ങ് ആകുവാനിടയായി. അങ്ങനെ നാളുകൾ പട്ടിണിയിലും പ്രയാസത്തിലും ഒക്കെ കഴിഞ്ഞു പോയി. കൈക്കോടാലി വെച്ചൊരിക്കൽ ഒരു മരം മുറിച്ചിട്ടിട്ട് വെട്ടി എന്റെ കാലയില് കൈക്കോടാലി കയറി. അന്നത്തെ സമയത്ത് 18 കുത്തിക്കെട്ട് എന്റെ വലത്തെ കാലിന്റെ പത്തിഭാഗത്ത് ഉണ്ടായിരുന്നു. കാല് മുറിഞ്ഞു പോകേണ്ടതാ. അതിനൊന്നും വേണ്ടുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാനോ സ്നേഹത്തോടോ സഹകരണത്തോടോ ഇല്ലെങ്കിൽ ആ ജീവിത മാർഗത്തിന് വേണ്ടിയാണെന്നൊന്നും അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. എന്നാൽ പൊതുവെ പറഞ്ഞാൽ എന്റെ പിതാവൊക്കെ പൊതുവെ നല്ല മനുഷ്യരുമായിരുന്നു. ഏതായാലും അങ്ങനെയൊക്കെ ജീവിച്ചു. ഇങ്ങനെ മനം കൊണ്ട് ജീവിച്ചു പോരവേ പെട്ടെന്ന് ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ട്, ഇന്ത്യ ഗവൺമെന്റ് തീരുമാനമെടുത്ത് ഈ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി യൂക്കാലി പ്ലാന്റ് നടണം. അത് പിന്നെ മാവൂര് യൂക്കാലി ഈ ഫാക്ടറിയിൽ വേണ്ടിയിട്ട്
അങ്ങനെ ഞങ്ങളുടെ ആ ഭാഗത്തുള്ള മരങ്ങളെല്ലാം മുറിച്ചു. അപ്പോഴും പ്രാപ്തി ഒന്നും ആയിട്ടില്ല. മൂത്ത സഹോദരന്മാർക്ക് പ്രാപ്തിയായി. എനിക്ക് 13ാമത്തെ വയസ്സിൽ എന്റെ മൂത്ത ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് പുള്ളി അങ്ങ് മാറി. പുള്ളി മാറിക്കഴിഞ്ഞ് അപ്പൻ വയ്യാത്ത അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്. അപ്പൊ 13ാമത്തെ വയസ്സായപ്പോൾ ഈ നമുക്ക് എന്തെങ്കിലും ഒക്കുന്ന കാര്യങ്ങളും ഇല്ലാതെയായി. പിന്നെ ഒന്നും ഇല്ലാത്ത ഒരു മറ്റൊരാടത്ത് ജോലിക്ക് പോകാനൊക്കത്തില്ല. വലിയ പ്രയാസമായി, ബുദ്ധിമുട്ടായി. പിന്നെ നേരെ അതിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ഇളയ സഹോദരന്മാരൊക്കെ അല്പമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരാൾ കട്ടില് വരിയാൻ പഠിച്ചു. പുള്ളിയൊക്കെ അല്പമായിട്ട് എന്തെങ്കിലും കൊണ്ടുകൊടുത്ത് അപ്പനെയും അമ്മയും ഒക്കെ നോക്കി. എനിക്ക് ഒന്നും ഒക്കാതെ വന്നപ്പോൾ ഞാൻ ശല്യം ഇവർക്കാകരുതല്ലോ എന്നൊക്കെ. കാരണം ഒരു നിബന്ധനയുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും വീട്ടിൽ കൊണ്ടുവന്നാൽ അതുപോലെ തുല്യമായിട്ട് നമ്മൾ കൊണ്ടു ചെന്നില്ലെങ്കിൽ ആഹാരം പോലും കൊടുക്കരുതെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. എങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന മിച്ചമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളുടെ പിതാവിന്റെ സഹോദരന്മാരും പാർക്കുന്ന ഇടങ്ങളിൽ അവരൊക്കെ നല്ല സെറ്റപ്പിൽ, ഒരുമാതിരി അന്നത്തെ കാലത്തെ സെറ്റപ്പിലും അവർക്കൊക്കെ ഓരോ ജോലികളും ഒക്കെ ഉണ്ട്. അപ്പം ഭക്ഷണം വേകുമ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ പോകും. പോയിട്ട് അവരോട് അവിടെ നിന്നൊക്കെ സമയമാകുമ്പോൾ അവർ ഭക്ഷണമൊക്കെ തരും. അങ്ങനെ ഒരു 10-13 വയസ്സായപ്പോൾ ഞാന് അപ്പന്റെ സഹോദരന്റെ മകന്റെ വീട്ടിൽ, എന്റെ അപ്പന്റെ സഹോദരന്റെ മകന്റെ വീട്ടിൽ അവർക്ക് 2 ഏക്കർ റബ്ബറും പിന്നെ വലിയ എസ്റ്റേറ്റ് ജോലിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്നും അറിയത്തില്ല. ഈ മരം വെട്ടുന്ന കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. ഈ ടാപ്പിംഗ് അല്ല, ഈ മരം വെട്ടി മുറിച്ച് പറവാക്കി ആർക്കെങ്കിലും കൊടുക്കുക, ഇല്ലെ ഒക്കുന്ന കൊച്ചു കഷ്ണങ്ങളൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക. അതൊരു മോഷണം തന്നെയാണ്, ഗവൺമെന്റിന്റെ ആണെന്നുള്ളതേ ഉള്ളൂ. അന്ന് ഇതുപോലെ കർശനമൊന്നുമില്ല. ഫോറസ്റ്റുകാരൊക്കെ നമുക്ക് സൈഡാണ്. ഞങ്ങളുടെ ആ കഷ്ടതയൊക്കെ വരുന്ന ഫോറസ്റ്റുകാർക്കൊക്കെ മനസ്സിലാകും. അവരൊക്കെ ദയ കാണിക്കാറുണ്ട്. അങ്ങനെ പിന്നീടുള്ള കാര്യം സഹോദരന്മാരുടെ വീടുകളിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പക്ഷെ വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ല. ഈ റോഡിന്റെ സ്ഥലമാണ് ഞങ്ങളുടെ സ്ഥലം. അത് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അപ്പന്റെ സഹോദരന്മാരെല്ലാം കൂടെ ചേർന്ന് കുട്ടിച്ചായൻ ഒരു വീടില്ല, അതുകൊണ്ട് ഇന്നടത്ത് കുറച്ച് സ്ഥലം ഉണ്ടാക്കാൻ നമുക്ക് വീട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ജനിച്ച ദിവസമാണ് ആ വീട് വെച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ പാർത്തു. പാർക്കാൻ എല്ലാവർക്കും സ്ഥലമില്ല. അറിയാമല്ലോ, അന്ന് ഉള്ളവർക്കും നല്ല വീടൊന്നുമില്ല, എന്തെങ്കിലും ഉള്ളവർക്കും ഇല്ലാത്ത കാലമാണ്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ്. പക്ഷെങ്കില് ബുദ്ധിപരമായി എല്ലാവരും സ്നേഹത്തോടും കരുതലോടും ജീവിച്ചാൽ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരത്തില്ലായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ട് പുറത്ത് പ്രായപൂർത്തിയാകാത്ത ഞങ്ങളിലേക്കാണ് ഇതൊക്കെ വന്നതെങ്കിലും ഇതിനൊരു പരിഹാരം എങ്ങും ഉണ്ടാകുമെന്നുള്ള ആർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നിരാശയിൽ ഇത് തന്നെ ജീവിതം എന്ന് മുന്നോട്ട് പോകുവാനിടയായി. അങ്ങനെ ജീവിച്ച് പിന്നെ ഞാന് എൻ്റെ അപ്പന്റെ സഹോദരന്റെ മകൻ പാർക്കുന്ന പുള്ളിക്ക് 2 ഏക്കർ റബ്ബറും പിന്നെ കുറെ കൃഷി സ്ഥലങ്ങളും പിന്നെ പാട്ടത്തിനുമൊക്കെ എടുത്ത് പുള്ളി കൃഷിയൊക്കെ ചെയ്യും. ഞാൻ അവരോട് ചേർന്ന് നിന്ന് രാപകലില്ലാതെ അധ്വാനിച്ച് വെളുപ്പിനത്തെ അയ്യത്തെ വെട്ടെന്ന് പറയുന്നത്, ടാപ്പിംഗ് എന്ന് പറയുന്നത് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റാണ് അച്ഛൻ വെട്ടുന്നത്. എനിക്ക് വെട്ടൊന്നും അറിയത്തില്ല. അപ്പൊ ഇതിന് വിളക്ക് പിടിക്കാൻ 3 മണിയാകുമ്പോൾ ഈ 13-14 വയസ്സുള്ള ഞാൻ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേറ്റ് നേരം പരവരാ വെട്ടമാകുമ്പോഴേക്കും അത് വെട്ടിയിട്ട് നേരെ എസ്റ്റേറ്റിൽ തോട്ടത്തിലേക്ക് പോകും. അങ്ങനെ കുറച്ച് പറഞ്ഞാൽ കുറെ കൂടെ ഉണ്ട്. അത് സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ അത്രയൊന്നും പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടൊക്കെ ഇതായപ്പോൾ എനിക്ക് ഒരു ചെറിയ മാനസാന്തരം ഒക്കെ ഉണ്ടായി. വീഡിയൊക്കെ 13 വയസ്സിന് മുമ്പേ വലിക്കുമായിരുന്നു. സിഗരറ്റുമൊക്കെ വലിക്കും, സിനിമയ്ക്കൊക്കെ പോകും. അതൊന്നും ഒരു പാവമായിട്ടൊന്നും കരുതുന്നില്ല. എന്നാൽ എൻ്റെ അപ്പച്ചൻ ഇത്രയൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തോടെ വലിയ വെറുപ്പാ. പുള്ളി വീടി വലിക്കും, ഞങ്ങൾ വലിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യമാകാത്ത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അത്ര കണ്ട് വകവയ്ക്കാതൊക്കെ അങ്ങനെയൊക്കെ. കാരണം കൂടുതൽ അനുസരണത്തിൽ പോകാനൊന്നുമുള്ള ഒരു സ്റ്റഡി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട്
നമ്മുടേതായ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഒടുക്കം ഈ ഇപ്പാപ്പന്റെ മകൻ, എൻ്റെ ഇപ്പാപ്പന്റെ മകന് എന്റെ മൂത്ത മോൾ എന്റെ പ്രായമുണ്ട്. എന്റെ ഇപ്പാപ്പനൊക്കെ വിവാഹം കഴിച്ചു. വർഷങ്ങൾ കഴിഞ്ഞാണ് എന്റെ പിതാവ് വിവാഹം കഴിക്കുന്നത്. കാരണം പുള്ളി ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചായിരുന്നു. അങ്ങനെ ഒടുക്കം വയ്യാതെ വന്നാണ് പുള്ളിയുടെ ഒക്കെ അപ്പച്ചന്റെ ഈ പ്രായം ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ പിന്നെ സംരക്ഷിക്കാനൊന്നും കഴിയത്തില്ല. എന്നാൽ മൂത്ത സഹോദരന്മാർക്ക് ചിലർക്കൊക്കെ നല്ല സംരക്ഷണമൊക്കെ അപ്പച്ചനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, അപ്പച്ചനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അമ്മ വീട്ടിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു അമ്മച്ചിയായിരുന്നു. അങ്ങനെ നാളുകൾ പോയിട്ട് ഈ സഹോദരന്റെ വീട്ടിൽ ചെന്ന് ഞാൻ ഇങ്ങനെ അധ്വാനിക്കും. 3-4 ജോലിക്കാരെയൊക്കെ അവിടെ നിർത്തും. ആ കൂട്ടത്തിൽ തന്നെ കൂന്താലികളെയും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ദൈവത്തോടടുപ്പം ഒക്കെ തോന്നിയിട്ട് ഞാൻ അവിടെ ഒരു ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചേർന്ന് ഞാൻ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട ആളാണ്. അതിനെക്കുറിച്ച് അവസരം പറയാം, അത് പറഞ്ഞെങ്കിലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ ഇവരോട് ചേർന്ന് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്തൊരു കുറച്ച് ഒരു 10-18 വയസ്സ് 20 വയസ്സായപ്പോഴേക്കും ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ഒരു കൂട്ടായ്മയിലൊക്കെ പോകാൻ തുടങ്ങി. ആ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ കൂട്ടായ്മയുടെ പ്രസിഡന്റിന് പുനലൂരിന് തെക്കുള്ള ഒരു സ്ഥലത്ത് ഒത്തിരി എസ്റ്റേറ്റ് ഉണ്ട്. എന്നോട് പറഞ്ഞു അവിടെ പോയി വാച്ചറായിട്ടൊക്കെ നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് വലിയ സന്തോഷം. ജീവിതത്തിൽ അർഹിക്കാത്ത ഒരു ജോലി കിട്ടിയതുപോലെ എനിക്ക് ആദ്യം തോന്നിയെങ്കിലും അവിടെ പോയി കഴിഞ്ഞ് ഏതാണ്ട് 10-30 ഏക്കർ തോട്ടമുണ്ട്. ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന റബ്ബർ ഷീറ്റ് മുഴുവൻ ഞാൻ അടിച്ച് ഗ്ലൂക്കോസിൽ ഉണങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു വ്യവസ്ഥ ഒരു 4-5 മാസമായപ്പോഴേക്കും വന്നു. എന്നോട് പറഞ്ഞ് അതിനൊക്കെ ആളിനെ നിർത്തുമെന്നാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് 23-22 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടത് കഴിയാതെ വന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ എന്തേലും ജോലി ചെയ്താലും വല്ല വഴിയിലൊക്കെ കിടക്കുകയും ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയി കിടക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ സഹോദരന്മാരെ പോലെ എനിക്കും പെണ്ണ് കെട്ടണം എന്നൊരു കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം. പക്ഷെ നമുക്ക് ആര് കല്യാണം പെണ്ണ് തരാനാ? എങ്കിലും ഈ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് കിട്ടിയ വെളിച്ചം വെച്ച് മുഴങ്കാലിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും രാത്രിയിലൊക്കെ, ദൈവമേ തക്കയോഗ്യമായ ഒരു വിവാഹം എനിക്ക് തരണം എന്നും പറഞ്ഞൊക്കെ നാളുകൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവിടെ രാവിലെ ഇറങ്ങി ചായ കുടിക്കുന്ന ഒരു ദാനിയേൽ അച്ചായനുണ്ട്. അച്ചായൻ എന്നോട് ചോദിച്ചു, ഒരു കല്യാണം ആലോചിക്കട്ടെ ചോദിച്ചോണ്ടായി. ഞാൻ പറഞ്ഞത് ദൈവത്താലാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അതിനെ സമ്മതിച്ചു. പെണ്ണ് പുള്ളിയുടെ ബന്ധുക്കാരിയായിരുന്നു. അവരുടെ വീട്ടിൽ പോയി പെണ്ണിനെ കണ്ടു. അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, ചുറ്റുപാടൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ നിൽക്കുന്ന അവിടെ അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഇപ്പം ഈ ജോലി ഞാൻ ചെയ്യുന്നുണ്ട്, ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ അപ്പനും അമ്മയും വേണ്ടപ്പെട്ടവരൊക്കെ ധാരാളമുണ്ട്. എല്ലാവരും ഉള്ള ഒരു അനാഥനെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് താല്പര്യം തോന്നി. പെട്ടെന്ന് തന്നെ ആ കല്യാണം നടന്നു. അത് ചർച്ച് ഓഫ് ക്രൈസ്റ്റിൽ വെച്ചാണ്. അന്ന് എൻ്റെ വൈഫ് ഷാരോനിലെ ഒരു വിശ്വാസിയായിരുന്നു. അവര് CSI-കാരാണ്. പക്ഷെങ്കിൽ വൈഫിന്റെ അമ്മയും ഷാരോനില് അവിടെ ഒരു പ്രവർത്തനം പുതുതായിട്ട് വന്നപ്പോൾ അവിടെയായി. ഏതായാലും അങ്ങനെ 79-ൽ എൻ്റെ വിവാഹം എൻ്റെ 23ാമത്തെ വയസ്സിൽ നടന്നു. പിന്നെ തുടർന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഈ വൈഫിന്റെ പിതാവ് ഒരു ഭയങ്കര മദ്യപാനിയൻ. അവിടെ ഒരു പുനലൂരുള്ള ഒരു പമ്പിൽ മണ്ണെണ്ണ നിറയ്ക്കുകയും അന്ന് റേഷൻ കടക്കാർക്കൊക്കെ കാളവണ്ടിയിൽ BPM-ആയിട്ട് വന്ന് മണ്ണെണ്ണ നിറച്ചു കൊടുക്കുന്ന ആളാണ്. മണ്ണെണ്ണയൊക്കെ ധാരാളം കട്ടുവീക്കുക, അത് മുഴുവൻ കുടിക്കുകയും ഒരു ലോഡ് മണ്ണെണ്ണ അന്ന് ഇറക്കുന്നതിന് 200-280 രൂപയുണ്ട്. കാരണം ഓസ് വഴി ഇറക്കിയാൽ മതി പെട്ടെന്ന്. അങ്ങനെ 10-12 ലോഡ് മണ്ണെണ്ണയൊക്കെ ഒരു മാസം വരും. പുനലൂർ പത്തനാപുരം അന്ന് പുനലൂർ പത്തനാപുരം താലൂക്കെല്ലാം ഒന്നായിട്ട് കിടക്കുമ്പോൾ ഈ റേഷൻ കടകളിൽ എല്ലാം സപ്ലൈ അവിടുന്നായിരുന്നു. ഇതെല്ലാം പുള്ളിക്കാരൻ വേണ്ട വീട്ടിലേക്കെല്ലാം മേടിച്ചു കൊടുക്കും. ഒരു വണ്ടി വിളിച്ച്
വണ്ടി നിറച്ച് സാധനങ്ങൾ, കാറോ ജീപ്പോ വിളിച്ച് സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. പിന്നെ കിട്ടുന്ന കാശ് മൊത്തം പുള്ളി മദ്യപാനമാണ്. നമുക്കത് വിഷയമല്ല. പക്ഷെ അന്ന് എനിക്ക് താമസിക്കാനായിട്ട് അവര് പറഞ്ഞത്, അവരെ എന്നോട് പറഞ്ഞു, ഒരു ഇത്ര രൂപയുടെ ഇത് നിങ്ങൾ മോന് മേടിച്ചു തരാം എന്ന് പറഞ്ഞു. 8,000 രൂപയുടെ. അന്നാണ് ശരിയാട്ടെന്ന് പറഞ്ഞു. 10 സെന്റ് സ്ഥലവും ഒരു കൊച്ചു വീട് എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്, അത് മതി, എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്നുള്ള ഇതായിരുന്നു. പക്ഷേ പുള്ളി മദ്യപിച്ചിട്ട് പിന്നെ എന്റെ നേരെയൊക്കെ. അപ്പൊ ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നു. ഒരു മാസം 2 മാസത്തോളം കഷ്ടിച്ചവിടെ നിന്നപ്പോൾ പുള്ളിയുടെ സ്വഭാവം ഒക്കെ മാറിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് പോകും. ഉടനെ പറഞ്ഞു വിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ വീണ്ടും വഴി തെറ്റാനുള്ള വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അപ്പം വിടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒക്കത്തില്ല, വിട്ടേ പറ്റൂ. അപ്പോൾ സഭ്യമല്ലാത്ത ഭാഷയിൽ എന്നോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് വാശിയായി. ഞാൻ വൈഫിനെ കൊണ്ട് പോരുമെന്നായി. എവിടെ താമസിക്കുമെന്ന് പുള്ളിക്കാരൻ ആൾക്കാരെ വിളിച്ച് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കടയ്ക്കാവുന്ന ഒരു പാലമുണ്ട്, അതിന്റെ കീഴിൽ ഞാനും ഭാര്യയും കൂടെ പോയി താമസിക്കും. സാധാരണ ഒരു പിതാവ് അതിന്റെ കൂടെ മദ്യപാനിയ അങ്ങനെ ഇറക്കി വിടത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പിടിച്ച പിടിയാൽ കൊണ്ടുവരികയും ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് അന്ന് എൻ്റെ കയ്യിൽ 1.25 രൂപ ഉണ്ടായിരുന്നു. 1.25 രൂപയുമായിട്ട് ഇവിടെ വന്ന് എന്റെ കയ്യില് കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ അളിയൻ ഇവളുടെ മൂത്താങ്ങള ഒരു എന്റെ ഭാര്യ സഹോദരിയുടെ മൂത്താങ്ങള ഒരു മിലിറ്ററിക്കാരനാണ്. പുള്ളിയുടെ കയ്യിൽ ഒരു HND കോഹിനൂർ വാച്ച് കിടന്നു, അതെനിക്ക് തന്നായിരുന്നു. ഞാൻ അതിവിടെ കൊണ്ടുവന്ന് വൈഫുമായിട്ട്. ഇപ്പൊ എന്റെ വീട്ടുകാരെല്ലാം വന്നു. അവൻ വിളിച്ച അവന് ധൈര്യം ഉണ്ടായിട്ടില്ലയോ വിടണം എന്ന്. എനിക്ക് 23 വയസ്സേ ഉള്ളൂ. ലോകപരിചയമോ നല്ല വിവരം പോലും എനിക്കില്ല, അറിവില്ല. കാരണം ഈ പശ്ചാത്തലത്തിലാണല്ലോ വളർന്നു വന്നത്. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ 12ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ മുതല് എനിക്കതിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം, പശ്ചാത്തലമൊക്കെ ഇതാണ്. അങ്ങനെ പിന്നെ അവരോടൊത്താണ് ഞാൻ ഈ തടി മൂട്ടിക്കാൻ, വിറവ് മൂട്ടിക്കാനൊക്കെ പോയത്. അങ്ങനെ ഞാനങ്ങ് വഷളായി. പിന്നെ ഇടയ്ക്ക് ഈ ക്രിസ്തീയ വിത്തന്റെ ഹൃദയത്തിൽ കിടന്നുകൊണ്ടാണ് ചർച്ച് ക്രൈസ്റ്റിന്റെ ഈ ആരാധന വന്നപ്പോൾ അതിൽ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒക്കെ ഒരു കാര്യം, വിവാഹമൊക്കെ ആയതും ഒക്കെ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കാൻ ഒരു മാർഗമില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിലായതുകൊണ്ട് എന്ത് പണിക്കും പോകാം. പക്ഷെ ഭാര്യ വീട്ടിൽ കിടന്നുകൊണ്ട് എന്നെ കൊണ്ട് അതൊക്കത്തില്ല. അങ്ങനെ ചില ദുരഭിമാനമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് പിണങ്ങാനും കാരണം. ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് അവരോടൊത്ത് അവിടെ കഴിയണം, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ എനിക്ക് മേടിച്ച്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും മേടിച്ചു തരണ്ട, നിങ്ങളുടേതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞത് മാന്യമായിട്ട് നിങ്ങൾ എപ്പോഴേലും ചെയ്തു തരുമ്പോൾ ഞങ്ങൾ അത് ചെയ്യാം. പക്ഷെ എന്റെ ഭാര്യ എന്റെ കൂടെ വിടണം. ഭാര്യ അപ്പനെ ഭയന്ന് പറഞ്ഞു എന്റെ കൂടെ വരത്തില്ല, അപ്പൻ പറയുന്ന പോലെ ഒത്തുള്ളൂ എന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു എന്റെ വീട്ടുകാരെ നിങ്ങൾ വിളി, നിങ്ങളുടെ ആൾക്കാരെ ഞാൻ വിളിക്കാം. ഏതായാലും പറഞ്ഞ് കൂടെ വിടാനുള്ള തയ്യാറെടുപ്പിൽ അവര് ആയി. അങ്ങനെ കൂടെ വന്നപ്പോൾ എനിക്ക് താമസിക്കാൻ വീടില്ല. ഞാൻ എൻ്റെ അപ്പന്റെ ഒരു ജ്യേഷ്ഠന്റെ വീട്, നല്ല വീടാണ്, അവർ കുടുംബമായിട്ട് താമസിക്കുകയാണ്. 4 2 മുറിയും പിന്നെയും ബാക്കി ഒക്കെ ഒഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് അവിടെ മധ്യസ്ഥയ്ക്ക് അന്ന് വന്നത്. അങ്ങനെ അച്ഛനോട് പറഞ്ഞാൽ നീ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞ് താമസിച്ചു. അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ ഈ വാച്ച് വേറൊരാൾക്ക് പണയം കൊടുത്തിട്ട് അന്ന് തന്നെ പോയിട്ട് ഒരു 1-2 ഉണങ്ങിയ യൂക്കാലി ഈ കൂപ്പിനകത്ത് നിന്ന്, പണ്ടത്തെ മരം മുറിപ്പിന്റെയും അങ്ങനെയുള്ള ജീവിതത്തിന്റെ വാസനയുള്ളത് കൊണ്ട് അന്നൊക്കെ കുറെ കൂടെ ഫോറസ്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് വരിക, അവര് നട്ടുപിടിപ്പിച്ചതായെങ്കിലും ഉണങ്ങിയതായതുകൊണ്ട് ഞാൻ പോയി ധൈര്യമായിട്ട് മുറിച്ച് അന്ന് 125 രൂപ കിട്ടി ആദ്യമായിട്ട്. 1.25 രൂപയും കൊണ്ട് ഞാൻ പുനലൂന്ന് വന്ന അന്ന് തന്നെ ഈ വാച്ച് പോയി എടുത്തു. വീട്ടിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് ഇവിടെ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് 1-2 അച്ചായന്മാർ പറഞ്ഞു അവർക്ക് 100 മരം വെട്ടാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജ്യേഷ്ഠന്റെ മോന്റെ അവിടെ പോയി ടാപ്പിംഗ് ഒക്കെ പഠിച്ചെന്ന്. അങ്ങനെ ടാപ്പിങ്ങും അങ്ങനെ പിന്നെ ഈ എന്നോട് അപ്പം വെട്ട് തരാം. ഒരാളൊരു കച്ചവടക്കാരനാ, പുള്ളി പറഞ്ഞു പൈസയൊന്നും തരത്തില്ല, കടയിൽ നിന്ന് അരിയും സാധനവും ഒക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ വേറെ 1-2 ഇടത്തായി. പിന്നെ ഒത്തിരി
പേരെന്നോട് ടാപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് കത്തിയിൽ മെഴുതിരിയൊക്കെ വെച്ച് കെട്ടി വെച്ച് ഒട്ടിച്ച് മരമൊക്കെ വെട്ടി അങ്ങനെ പട്ടിണി ഇല്ലാതൊക്കെ കഴിഞ്ഞു പോകവേ ഞങ്ങളെ അപ്പം ഇവിടെ തന്നെ താമസിച്ചപ്പോൾ എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിടി, നിന്റെ വീട്ടുകാർ ഇതുപോലെ പറഞ്ഞല്ലോ, എൻ്റെ അവസ്ഥയൊക്കെ അവർക്കറിയാമായിരുന്നല്ലോ, നമുക്ക് തരാനുള്ളത് തന്നാൽ നമുക്ക് എവിടോട്ടേലും മാറി താമസിക്കാതിരിക്കും, അല്ലാതെ നമ്മുടെ കയ്യിൽ ഇപ്പൊ മാർഗമൊന്നും ഇല്ലെന്നോ. ശരി, പോയി പറഞ്ഞു. അവരെ പറഞ്ഞതുപോലെല്ലാം ചെയ്തു. ഇച്ചിരി സ്ഥലം മേടിച്ചു, ഇതിനകത്ത് വീടില്ല. അപ്പോൾ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന ആ റൂട്ടിന്റെ സൈഡിലത്തെ സ്ഥലം റൂട്ട് പുറമ്പോക്കാണെങ്കിലും വനത്തിന്റെ കുറച്ച് പുതുവലും എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പൊ ആ സ്ഥലം ഞങ്ങളുടെ പെങ്ങൾക്ക് അന്ന് കൊടുത്തപ്പോഴേ എനിക്ക് കിടക്കാടം ഒട്ടുമില്ലാതായി ഇറങ്ങിയതായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് പെങ്ങൾ തേക്കുതോട്ടിലുള്ള തേക്കുതോട്ടില് പെങ്ങളെ കിട്ടിയ ആള് തേക്കുതോട്ടില്ല. പുള്ളി ഇവിടാണ് താമസിച്ച് വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ വീട്ടിലെ അവർക്ക് ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ തേക്കുതോട്ടിലുള്ളതാ. അപ്പം അപ്പൻ ഭയങ്കര പിണക്കമായിരുന്നു. അപ്പൻ അമ്മയും കൂടെ വന്നിട്ട് പറഞ്ഞു, പൊന്നച്ചാ നീ വീട്ടിൽ പോര്, നിന്റെ പെണ്ണും പിള്ളയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോര്, നിനക്ക് എന്റെ വീതം തരാം. അങ്ങനെ പുള്ളിക്ക് 2 ഏക്കർ സ്ഥലമൊക്കെ കൊടുത്തപ്പോ പുള്ളിക്ക് ഈ അളിയന് എന്റെ കേലും മൂത്ത ആളിന്റെ നേരെ ഇളയതാണ് പെങ്ങള്. അപ്പൊ ഈ പെങ്ങള് പിന്നെ ഇത് എന്റെ നേരെ എന്റെ വേറൊരു ജ്യേഷ്ഠന് കൊടുത്തു. അപ്പം അത് മേടിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്ക് 2-3 കുഞ്ഞുങ്ങളായപ്പോ പുള്ളിക്കും ഭാവിയെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ എനിക്കൊരു 10-15 സെന്റ് സ്ഥലം അവർ മേടിച്ചത് വീടില്ല. പിന്നെ എനിക്ക് ഇച്ചിരി അതിനകത്ത് റബ്ബർ ഉണ്ടായിരുന്നു, ഞാനത് ഒരു വീടിന് വേണ്ടിയിട്ട് മുറിച്ച് കൊടുത്തു. എന്നിട്ട് എനിക്ക് പിന്നെയും 10,000 ചില്ലുവാൻ രൂപ അവിടെ തരാനുണ്ട്, നിങ്ങളെ ഉണ്ടെങ്കിൽ തന്നാൽ ഞാൻ ഒരു വീടൊക്കെ വെക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞത് കൊണ്ടല്ല, എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് അവർ തരാതൊക്കെ ഇട്ടു. ഞാൻ ഏതായാലും ആ ചിന്തയ്ക്ക് ഈ സ്ഥലം എൻ്റെ ആ ചേട്ടനോട് മേടിച്ചു 3000 രൂപ കൊടുത്തു. അങ്ങനെ പുള്ളി വന്ന് നോട്ടിന് പോയി. ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി. ആ റോഡിന്റെ ആ സൈഡിൽ ആ വനത്തിന്റെ ഇറങ്ങി താമസിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് നല്ല ഒരു ടാപ്പിംഗ് ഒരു തോട്ടത്തിൽ കിട്ടി. ആ ടാപ്പിംഗ് നല്ലതാണെങ്കിൽ അപ്പോൾ ഈ കൊച്ചു കൊച്ചു ഇടത്ത് വെട്ടുന്നിടത്തും നമുക്ക് യാതൊരു പ്രയോജനവുമില്ല, എന്തെങ്കിലും കിട്ടുന്നതേ ഉള്ളൂ. നല്ല തോട്ടത്തിലൊക്കെ വെട്ടുന്നവർക്കൊക്കെ ഈ ബോണസും ഒക്കെ കിട്ടും. അപ്പം എൻ്റെ വീട് ഓല മേയണമല്ലോ, ഓല മേയുമ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനൊന്നും കിട്ടുന്നതുകൊണ്ട് മിച്ചം പിടിക്കാനൊക്കത്തില്ല. ഒരു നല്ല തോട്ടത്തിലാണെങ്കിൽ നമുക്ക് ഒക്കുമല്ലോ എന്ന് പറഞ്ഞ ആ തോട്ടത്തിൽ കയറി. പക്ഷെ ആ മനുഷ്യൻ ഈ കുടിയാനവൻ കൊടുക്കുന്ന ശമ്പളം പോലും തരത്തില്ല. പോലീസൊക്കെ അദ്ദേഹത്തിന്റെ പക്ഷത്ത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ടായി. ഈ ഓണത്തിനൊക്കെ ഓരോ ഞങ്ങളുടെ ചുറ്റുപാടുള്ള അതൊരു വലിയ എസ്റ്റേറ്റ് ആയിരുന്നു, സായിപ്പന്മാരുടെ ആയിരുന്നു. അത് തുണ്ടായിട്ട് 50-40 ഏക്കർ കൊടുത്തതാണ്. അപ്പൊ ഈ 50-40 20 ഏക്കർ മേടിച്ചവരൊക്കെ കറക്റ്റ് ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം കൊല്ലത്തുള്ള ഒരു മുക്കുവനായിരുന്നു. ഇദ്ദേഹത്തിന് അവിടെ കൊല്ലത്ത് പ്രിയ തിയേറ്റർ ഒക്കെ ഉള്ള ഒരു വലിയ ധനീയനായ മുതലാളി, കൊഞ്ചു ഫാക്ടറിയൊക്കെ. പുള്ളിയുടെ അടുത്ത് പറഞ്ഞ പുള്ളി നമ്മളെ വിരട്ടുക. ഒരു ദിവസം ഞങ്ങൾ വിചാരിച്ചു ഇനി ഇയാളുടെ തോട്ടത്തിൽ വെട്ടിയില്ലേലും ഇയാളോട് കാശ് മേടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് വാശി. അതിന്റെ മുൻനിരയിൽ നിന്ന് ഞാൻ ഭയങ്കരമായ വാശി ഉണ്ടായിട്ട് ചുരുക്കി പറഞ്ഞാൽ ആ തോട്ടം 1.5 വർഷം വെട്ടിച്ചില്ല. അപ്പം ഇദ്ദേഹം പറയുന്നത് ഞാൻ തരുന്ന കാശ് നിങ്ങൾ മേടിച്ച് നിങ്ങൾ വേണേ കഴിഞ്ഞോളാം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മിനിമം ശമ്പളം തന്നാൽ മതി, വേറെ ഒന്നും തരണം. അങ്ങനെ പ്രശ്നമായപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് കൊഞ്ചു ഫാക്ടറി ഒത്തിരി വലിയ കോടീശ്വരല്ല അന്നത്തെ. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, മുതലാളി നിങ്ങൾ ഈ തോട്ടം ഒരു 10-50 വർഷം വെട്ടി, ഇല്ല 10-20 വർഷം വെട്ടിക്കാതെ കിടന്നാൽ ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കുമെന്നു നിങ്ങൾ നോക്കാൻ പറഞ്ഞു. ഉടനെ പറഞ്ഞു ഇതിവിടെ കിടന്ന് പോയാൽ എനിക്ക് ഒന്നുമില്ല. അങ്ങനെ അങ്ങോട്ട് പോയി 1.5 വർഷം വെട്ടിയുമില്ല, അദ്ദേഹത്തെ തോട്ടത്തിൽ കയറ്റിയുമില്ല. ഇന്നത്തെ നിലവാരത്തിൽ അങ്ങനെ. അപ്പൊ അതിനു മുമ്പ് എനിക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ മറ്റുള്ളവരോട് പിന്നെ ഇല്ലാരാന്നും നോക്കത്തില്ല, കൈപ്രയോഗമൊക്കെ നടത്തുന്ന ഒരു സ്വഭാവമൊക്കെ എനിക്കത് നോക്കാറ്. അങ്ങനെ ഒന്നിനെയും പേടിയില്ലാത്ത
സമയമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഞങ്ങളുടെ നാട്ടിലൊരു പുലി ഇറങ്ങി. അപ്പൊ ഞാനൊരു തോട്ടത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുക, ഈ തോട്ടത്തിൽ കയറുന്നതിന് തൊട്ടു മുമ്പ് തോട്ടത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴതിന്റെ തൊട്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ അനൗൺസ് ചെയ്തു ഇതുപോലെ ഒരു പുലി നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, ഇന്നാരെ കടിച്ചു, ഇന്നാരെ കടിച്ചു. ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ ഒരു വെടിവെക്കാരനുണ്ട്, തൂക്കുകാരൻ. അന്ന് ഈ ലൈസൻസ് ഇല്ലാത്ത തൂക്കൊക്കെ അത്യാവശ്യത്തിന് എടുത്തിറങ്ങുമായിരുന്നു. അപ്പം പുള്ളി തോക്കും കൊണ്ട് ഇതിനെ വെടിവെക്കാനായിട്ട് ചെലവിന് ഈ പുലി പുറകിൽ കൂടെ വന്ന് ഇദ്ദേഹത്തിന്റെ കൈക്കിരുന്ന തോക്കിന് ഒരു തട്ട് കൊടുത്ത് തോക്ക് തെറിച്ചു പോയി. ഇദ്ദേഹത്തെ കടിച്ചു വലിച്ച് കുളഞ്ഞിക്കാട്ടിലോട്ട് കൊണ്ടുപോയി, ഒരു തോട്ടിന്റെ ഇറമ്പില. ഇതെല്ലാം ഈ അമ്പലത്തിൽ വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് പോയി ഉടനെ ഇതിനെ പിടിക്കണമെന്ന് ഒരു ചിന്തയായി. അപ്പം വൈഫ് വന്ന് എനിക്ക് രാവിലെ കഴിക്കുന്ന ആഹാരം കൊണ്ടുവന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ഞാനത് കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പാലിനെത്തിട്ട് ഞാൻ പറഞ്ഞു, നീ പെട്ടെന്ന് ചുമ്മാ ഒത്തിരി തമാശ ഒക്കെ പറയും, നീ പെട്ടെന്ന് വീട്ടിൽ പോക്കോ, ഞാൻ ഒക്കുന്നെങ്കിൽ പോയി അതിനെയും പിടിച്ചോണ്ട് അങ്ങ് വരാമെന്നും പറഞ്ഞു ഞാൻ അവിടെ ചെന്നു. അപ്പൊ എന്റെ കയ്യിൽ ഒരു ടാപ്പിംഗ് കത്തിയുണ്ട്, തലയെക്കെട്ടുമുണ്ട്. അപ്പോൾ ഒരു വലിയ ഏറിയുള്ള കണ്ടമാണ്, കുഞ്ചനിലം പോലെ വലിയ വീതി നീളമുള്ള ഒരു വലിയ ഏറിയത്. അതിന്റെ നടുക്ക് ഈ പുലി ഇറങ്ങി ചേറാടി നെല്ല് വിളഞ്ഞ് ഇങ്ങനെ നൂർന്ന് നിൽക്കുക. അതിനകത്ത് കയറി എവിടാന്നൊന്നും അറിയത്തില്ല. അതിനു മുമ്പ് 10-20 പേരെ കടിച്ച് എല്ലാവരുടെയും പേരും ലിസ്റ്റും എല്ലാം പറഞ്ഞു. അപ്പൊ എന്നാ ഞാൻ അങ്ങോട്ട് ചെന്നോടനെ നമ്മളെ പോലുള്ള 1-2 ആൾക്കാർ പറഞ്ഞിടാ, ഒരു പുലിയല്ലയോ വന്നാൽ നമുക്ക് ചാടി ഇറങ്ങി ഒരാളെ കടിക്കുകയാണെങ്കിൽ ഒരാൾ കയറി തലയ്ക്കങ്ങ് പിടിച്ചോണം, ഒരാൾ കയറി കാലെ പിടിച്ചോണം, വാലെ പിടിച്ചോണം, നമുക്ക് ചുറ്റിയെടുത്ത് കരയ്ക്ക് കൊണ്ടുവരാം, അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു വിടരുന്നു. ഞാൻ പറഞ്ഞിറങ്ങി. പക്ഷെ ഇവരൊരു വഴിക്കോട്ട് പോയി. ഏറിയ വലുതായതുകൊണ്ട് ഞാൻ ഇതിന്റെ കാൽപ്പാട് നോക്കി കാൽപ്പാടെ കൂടെ അങ്ങോട്ട് ചെല്ലുകയും ഒരലർക്കോ എന്റെ തലയിലോട്ട് എടുത്തുറച്ച ചാട്ടവുമായിരുന്നു. ചാടി ഞാൻ അടിയിലും പുലി മേളിലുമായിട്ട് വീണിട്ട് പിന്നെ ഇതന്നെ ഒന്നും ചെയ്തില്ല. അപ്പോഴത്തേക്ക് പല തൂക്കുകൾ അലറി. അപ്പൊ ഞാൻ ഈ ഏരിയയിൽ ഞങ്ങൾ ഇറങ്ങുന്ന ആ ഭാഗത്തൂടെ ഇറങ്ങിയപ്പോൾ അങ്ങേക്കരയിലൊക്കെ നിന്ന് അത് സർക്കിൾ ഇൻസ്പെക്ടർ, DYSP, ഫോറസ്റ്റിലെ DFO തുടങ്ങിയ ആൾക്കാര്, റേഞ്ച് ഓഫീസറ്, സകല ഫോറസ്റ്റുകാരുമുണ്ട്. എല്ലാ ഒത്തിരി 400 പോലീസുകാരുണ്ട് മനുഷ്യ സംരക്ഷണത്തിന് വേണ്ടി. അവിടെ ഇങ്ങനെ വേലി കെട്ടി 10-20,000 ജനങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇറങ്ങിച്ചെല്ലുന്നത്. എന്റെ തലയിൽ കൂടെ എടുത്ത് ചാടുകയും ഇത് പിന്നെ എന്നെ ഒന്നും ചെയ്തില്ല. അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് കത്തി നിലത്ത് വീണു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു പുലിയോട്. ഞാൻ ഈ കത്തി എടുത്തോണ്ട് വീണ്ടും അതിനെ കുത്താനായിട്ട് അങ്ങോട്ട് ചെല്ലുകയും ഇത് തിരിഞ്ഞു വന്ന് എന്റെ കയ്യേലല്ല എന്റെ പെടലിക്ക് ഇങ്ങനെ കടിക്കാനായിട്ട് വരികയും ഈ കൈ ഞാൻ ഇങ്ങനെ വെച്ചു. ഈ കൈയെല്ലാം അന്ന് കടിച്ച് കിഴിച്ചതാണ്. അപ്പൊ നോക്കിയപ്പോ എന്റെ ഈ കണ്ണിന്റെ പോളയെല്ലാം കീറി തലയ്ക്കൂടെ ഇങ്ങനെ 1-2 അടി ഇങ്ങനെ, പിന്നെ നെഞ്ചെല്ലാം കീറിയിട്ടുണ്ട്, കണ്ണിന്റെ പോള കീറി താഴോട്ട് കിടക്കുക. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഇതിനെ കുത്താനായിട്ട് എന്നപ്പോ കൈ മടങ്ങുന്നില്ല. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുലിയെ കണ്ടാ വെടിവെക്കാനായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അപ്പച്ചൻ തോക്കുമായിട്ട് ഈ വരമ്പത്ത് നിൽക്കുകയായിരുന്നു. ഒരു വരമ്പത്ത് ഓരോരുത്തരുടെയും സ്ഥലത്തിന് വരമ്പുണ്ടല്ലോ. ആ വരമ്പത്ത് നിന്നൊരു വെടി ഈ പുലി എന്റെ നേരെ ചാടുന്ന ചാട്ടത്തിൽ ആ വെടി വെച്ചത്. ഞാൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ചില്ല എന്റെ കയ്യിൽ കൂടെ കയറി എന്റെ ഈ കൈയുടെ മാംസം മുഴുവൻ പറിച്ചങ്ങ് പോയി. അപ്പൊ ഈ കൈ മടക്കാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമതും ഇതിനെ കുത്താൻ ചെന്നും കൈ മടക്കാൻ പറ്റുന്നില്ല. ഞാന് എങ്കിലും കുത്തങ്ങ് ചെല്ലുന്നതിന് മുമ്പ് ഇത് വീണ്ടും പിടിച്ചെന്നെ കുടഞ്ഞ് നിലത്തിട്ടു. ഞാൻ അവിടുന്ന് കരയ്ക്ക് കയറി. എന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. 10-65 ദിവസം ആശുപത്രിയിൽ കിടന്നു. മന്ത്രിമാരും അവരും ഒക്കെ കാണാൻ വന്ന് മന്ത്രിയുടെ കൂടെ അന്ന് വന്ന എമ്മഗോന്നാര് മന്ത്രിയുടെ കൂടെ വന്ന പേപ്പറുകാരൻ എന്നോട് ചോദിച്ചു, പുലി നിങ്ങളുടെ നേരിട്ട്. അപ്പൊ ഞങ്ങള് 10-18 പേരെ ഇങ്ങനെ നിരത്തി പുലി അടിച്ചവരെ പുലിവാർഡെന്നും പറഞ്ഞൊരു വാർഡൊക്കെ ഉണ്ടാക്കി ഇട്ടേക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ പുലി നിങ്ങളുടെ നേർക്ക് ഇങ്ങനെ. അപ്പൊ എന്റെ സാഹസിക പ്രവർത്തനം അവരെല്ലാവരും അറിഞ്ഞു, നാട്ടുകാർ പറഞ്ഞു. എന്നോട് ചോദിച്ചു, ഈ പുലി വന്നപ്പോ പേടിച്ചില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് പേടിക്കാൻ സമയം കിട്ടിയില്ല, അതിനു മുമ്പ് അതെന്നെ നിലത്താക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പുലിയുടെ കടിയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈ തോട്ടത്തിൽ ജോലിയൊക്കെ കിട്ടി. ഈ തോട്ടക്കാരൻ ഇതുപോലെ ഞങ്ങളോട് യോഗ്യതയല്ലാത്ത നിലയിൽ പ്രവർത്തിച്ചത് കൊണ്ട്
ആ തോട്ടം പിന്നെ അയാൾ വെട്ടിച്ചില്ല, ഞങ്ങളും വെട്ടിക്കാതെ ഇയാളെയും കെട്ടിയില്ല. ഒടുക്കം പിന്നെ കാല് പിടിച്ച് അയാളത് വിറ്റു. വിറ്റപ്പോ ഞങ്ങൾക്ക് അല്പം പൈസ തന്നു. ലാഭമൊന്നും ഉണ്ടായില്ല. പൈസ കിട്ടിയത് കാരണം ജയിച്ച കേസിനേക്കാൾ കേസാണ് നല്ലത് എന്ന് പറയുന്നത് പോലുള്ള അനുഭവമായിരുന്നു. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി, രാഷ്ട്രീയമായി അടിപിടിയായി, പ്രശ്നങ്ങളായി. രാഷ്ട്രീയ നേതാക്കന്മാര് നമുക്ക് ഓരോന്ന് ചൂണ്ടിത്തരും, നമ്മൾ മുട്ടം വെട്ടി ഇങ്ങനെ. പക്ഷേ ഏത് കേസ് വന്നാലും നമുക്കൊരു പ്രശ്നവും ഇല്ല. പോലീസുകാരോ CIO അവരുമായിട്ടൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചത് തന്നെ ജീവിതം എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെയായി. പിന്നെ അവിടെ ഒരു അടിപിടി ഉണ്ടായി. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലേണ്ടി വന്നു. CIയുടെ അടുത്ത് ചെന്നപ്പോൾ CI ചോദിച്ച ഒരു ചോദ്യമാണ്, ഇത് ആരാടാ, പുലിത്തമ്പിയാണോ? അങ്ങനെ പിന്നെ നാട്ടുകാരൊക്കെ പുലിത്തമ്പി എന്ന് വിളിക്കാനൊക്കെ ഇടയായി. അങ്ങനെ ഞാന് സാധനം ഒന്നുമില്ലാതെ വീട്ടുകാരിയുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ചെയ്തത് എനിക്കൊരുത്തൻ ഒരു വെട്ട് തരികയില്ല. അവിടെ സമരം ഉണ്ടാക്കിയതിന്റെ പേര് ഒരു ടാപ്പിങ്ങോ ഒരു ജോലിക്കോ ജോലിയൊന്നും. പക്ഷേ രാഷ്ട്രീയമുള്ളത് കൊണ്ട് എല്ലാവർക്കും എന്നോട് വലിയ കാര്യമായിട്ട് എന്റെ മുന്നിൽ അഭിനയിക്കും. പക്ഷെ എനിക്കൊരു സഹായവും ആരും ചെയ്യും. അവരുടെ വീടുകളിൽ ചെല്ലുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷെ പിരിവിനൊക്കെ ഞങ്ങൾ തിരിച്ചു അത് പേടിച്ച് പൈസയൊക്കെ തരുമൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് യാത്രയായി ജീവിതം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയി. ചാരായ കച്ചവടം തുടങ്ങി. ചാരായം വിൽക്കാനും അത് ആദ്യമൊക്കെ വിറ്റും ക്രമത്തിൽ കുടിച്ചും ഒക്കെ ഇങ്ങനെ പോരുന്നു. പിന്നീട് ഒരു 12 വർഷം അത് ചെയ്തു. ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആഹാരം വേണ്ടതായി, ഒരു കരിയില പോലായി, വിറച്ച് ഇങ്ങനെ. എങ്കിലും എല്ലാവർക്കും എന്നെ പേടിയുണ്ട്. പുലിത്തമ്പി എന്ന് പറഞ്ഞാൽ പേടിയോടെ അടുക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് 91 ഇലക്ഷന് ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. 91 ഇലക്ഷന് ഈ രാജീവ് ഗാന്ധി മരിച്ചു എന്ന് പറഞ്ഞ ഒരു അനൗൺസ് വന്നപ്പോൾ ഞങ്ങളുടെ അവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്തിനും തയ്യാറാകുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കോട്ടയാണ്. കോൺഗ്രസ്സുകാരുണ്ടെങ്കിലും അവരൊന്നും രംഗത്തിറങ്ങത്തില്ല. ഞാൻ കോൺഗ്രസിന്റെ നേതാവാണ്. ഇത് കേട്ടപ്പോ എന്റെ ചോര തുടിച്ചിട്ട് അവിടെ ഒരു 1.5 കിലോമീറ്റർ അവര് തോരണങ്ങളും കൊടിയും കെട്ടിയത് മൊത്തം വലിച്ചിട്ട് ഞാൻ തീ കത്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംഗതി ഭയങ്കര പ്രശ്നമായി. എന്റെ വീട് കത്തിക്കും, എന്നെ കൊന്നുകളയും. അതിനവരുടെ രാഷ്ട്രീയ വലിയ നേതൃത്വത്തിന് എന്നെ തട്ടിക്കളയാൻ അവർക്ക് ഇത് കൊടുത്തിരുന്നു എന്നാണ് ഞാൻ രഹസ്യമായി അറിഞ്ഞ അറിവ്. അങ്ങനെ അവരെല്ലാവരും അതിനുവേണ്ടി തുനിഞ്ഞു കഴിഞ്ഞ് വോട്ടിന്റെ ദിവസം പിന്നെയും വോട്ട് മാറ്റിവെച്ച് വോട്ടിന്റെ ദിവസമായപ്പോൾ എന്നോട് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയും അന്ന് കൊടിക്കുന്നിൽ സുരേഷും വേറൊരാളും കൂടെ നിൽക്കുന്നത് പള്ളിത്തോപ്പി തമ്പിച്ചൻ എന്ന് പറയും, ഇവിടുത്തെ കുടാമണ്ണിൽ തമ്പിച്ചൻ. പുള്ളി മരിച്ചുപോയി. അദ്ദേഹമൊക്കെ ആളിനെ വിട്ടു പറഞ്ഞു, നമ്മുടെ കടക്കാമണ്ണെ ബൂത്ത് പ്രസിഡന്റ് വോട്ട് ചെയ്യാൻ വരരുത്, പ്രശ്നം ഉണ്ടാകും, നമ്മുടെ ആൾക്കാരും സ്ട്രോങ് അല്ല, അവര് തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്റെ കയ്യിൽ കന്നാസ് കണക്കിന് ചാരായം കിടക്കുക. ചാരായം ഞാൻ പോയി എടുത്തു കുടിച്ചപ്പോ എനിക്ക് തോന്നി വോട്ടിന് പോകണം. ഒരു കൊച്ചുകുപ്പി ചാരായം എടുത്ത് എന്റെ എളിയിൽ തിരികെ. 91-ലാണിത് തിരികെ. 91 ആദ്യം ജൂലൈ മാസത്തിലാണ്. അപ്പം തിരികെ ഒരു പിച്ചാത്തിയും എടുത്തേണെ ഒരുത്ത് ഞാൻ പോയപ്പോൾ ഈ ബൂത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും എല്ലാം പുലിത്തമ്പിയെ കാത്ത് അവിടെ നിൽക്കുക, തല്ലിക്കൊല്ലാൻ. അവരെ രമണക്കുമ്പത്തില് മറ്റു പല പത്തലുകളും വെട്ടി വോട്ട് താണും തിട്ടകൾ 2 സൈഡിലും കിടന്ന് അവിടേക്ക്. ഞാൻ മുന്നോട്ട് വന്നപ്പോൾ ഒരു കെട്ട് ഈ പത്തല് തറയെ വീഴുവാനിടയായി. ഏതായാലും ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. നേരെ ബൂത്തിൽ ചെന്നു. വോട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അവരെല്ലാം ഓടിക്കൂടി. ഉടനെ ഞങ്ങളുടെ ഒരു സഹോദരൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, തമ്പി പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ബൂത്തിലോട്ട് കയറി. അവിടെ നിന്ന് പ്രസിഡിംഗ് ഓഫീസറോട് പറഞ്ഞു, എനിക്ക് സംരക്ഷണം തരണം, പോലീസുകാരോട് പറയണമെന്ന് പറഞ്ഞു. എന്തുവാ? ഞാൻ പറഞ്ഞു, ഈ നിൽക്കുന്നവരെല്ലാം എന്നെ തല്ലിക്കൊല്ലാൻ നിൽക്കുക. എന്തോ കാര്യം? എന്തോ കാര്യമൊന്ന് അവരുടെ കാര്യം എന്തുവാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ സംഭവം എനിക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു. ഒടുക്കം പോലീസുകാരെ വിളിച്ചു. പോലീസുകാരെന്നോട് പറഞ്ഞു ഓടി അങ്ങ് പോകാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഓടി പോകുന്നില്ല, ഒന്നീ നിങ്ങളുടെ മുന്നിൽ അങ്ങ് ചാകുക, ഓടി പോകുന്നില്ലെന്ന് പറഞ്ഞു. ഒടുക്കം അയാൾ ഓടിച്ചെന്ന് തൊട്ടടുത്ത് നിന്ന് ഫോൺ വിളിച്ചു. അന്ന് മൊബൈലൊന്നും ഇല്ല. ഫോൺ വിളിച്ചു. ഉടനെ പത്തനാപുരത്ത് നിന്ന് അന്നിരുന്ന് SI ചോദിച്ചു, പുലിത്തമ്പിയുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു.
അവർ പെട്ടെന്ന് വന്ന് എന്നെ കയറ്റി അങ്ങ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. രാത്രി 10 മണി കഴിഞ്ഞവരെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പറഞ്ഞു വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് ജീവിതം ഒത്തിരി ഈ കുഞ്ഞിലെ അലഞ്ഞു വളർന്നത് കൊണ്ട് സത്യവും നീതിയും അറിയാതെ ഒത്തിരി, ഇതൊന്നും എന്റെ ക്രെഡിറ്റോ പുകഴ്ചയോ അല്ല പറയുന്നത്, അങ്ങനെ ഒത്തിരി ഞാന് തീക്കുണ്ടത്തിലൂടെ ഇങ്ങനെ വന്നു. ഒടുക്കം ഞാൻ പ്രവർത്തിച്ച പാർട്ടി ജയിച്ചു വന്ന് കർണാടക മുഖ്യമന്ത്രിയായി കയറി. പിന്നെ ഇവർക്ക് വേണ്ടി ഞാൻ ഈ എന്നെ അടിക്കാൻ നിന്ന നേതാക്കന്മാർക്ക് വേണ്ടി ഞാന് SP പോയി കണ്ടിട്ട് അവരുടെ ഒരു വഴിപ്രശ്നമൊക്കെ ശരിയാക്കി അവരെ നിർത്തിച്ചു. ഞാനല്ല, നമ്മൾക്ക് നേതാവുണ്ട്, നേതാവിനോട് ഞാൻ പറഞ്ഞാൽ അതുപോലെ ചെയ്യും, കാരണം അയാൾ പറയുന്ന എല്ലായിടത്തും ഞാൻ. അപ്പൊ അങ്ങനെ ചെയ്ത് അവരുടെയൊക്കെ ഇടയിൽ നമുക്കൊരു ഇമേജ് ഒക്കെ ആയി. ഇങ്ങനെ വന്നപ്പോൾ അവരുടെ ബൂത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്നെയാണ് അവര് ബൂത്ത് പ്രസിഡന്റായിട്ട് നിയമിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ ആ സമയത്താണ് എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നു. അപ്പോൾ ഒരപ്പച്ചൻ, ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവായ ഒരപ്പച്ചൻ, പാസ്റ്റർ ജോർജ് ഉപദേശി എന്ന് പറയും, പാണുവേലിൽ, അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞില്ല, തമ്പി നീ ഇങ്ങനെ പോയാൽ നിന്നെ വല്ലവരും തല്ലിക്കൊല്ലും. നീ മരിച്ച് നിന്നെ പെട്ടി കൊണ്ടുപോകുന്നതായിട്ട് ഒരു ദർശനം കണ്ടു. നീ മടങ്ങി ദൈവത്തിൽ, നീ 12ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടതല്ലേ, അന്ന് നിനക്ക് ഒക്കത്തില്ലായിരുന്നു, ഇപ്പൊ നീ സ്വതന്ത്രമായി ജീവിക്കല്ലേ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ പെന്തക്കോസ്തുകാരുടെ കൂടെയല്ലേ പോകുന്നത്, കൊള്ളാമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞിടാ, അല്ല, പുതുതായിട്ടൊരു പ്രവർത്തനം പുനലൂർ നടക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നീ വരണമെന്ന് പറഞ്ഞു. ഒടുക്കം എനിക്കും ആകെ ഭീതിയും ആദിയും എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നതൊന്നും ഒക്കുന്നില്ല. ഒന്ന് എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, കുടിച്ച് ഞാനൊരു കരിയില പൊങ്ങിപ്പോകുന്ന പോലാണ് ഞാൻ. അങ്ങനെ ഭീതിയും ആദിയും ഒക്കെ ആയി. അപ്പൊ ഈ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ശരി, എവിടാ, ഞാനും വരാം. ഒരു ദിവസം ചെന്നു. അവിടെ ചെന്നപ്പോൾ നല്ല ആരാധന നടക്കുന്നു, ഞാൻ അതിന്റെ ഏറ്റവും പുറകിൽ. അപ്പൊ രാവിലെയും പോയി മദ്യപിച്ചു. എന്റെ കൈ കന്നാസ് ഇടക്ക് ഇഷ്ടം പോലെ, ഞാൻ അത് ഒഴിച്ചു കൊടുത്തു നോക്കി. അന്നും കഴിയുന്നു. പോയി രാവിലെ ഇച്ചിരിയൊക്കെ കുടിച്ചു, മുഖമൊക്കെ ചുമ്മാതൊരു ഇലക്കൊക്കെ ചവച്ച് ഒക്കെ അവിടെ ചെന്നു. പക്ഷെ എന്റെ കണ്ണൊക്കെ, എന്റെ ബ്ലഡ് മുഴുവൻ ആൽക്കഹോളാണ്. ഞങ്ങളുടെ അവിടുന്ന് കടയ്ക്കാവുന്ന റോഡിൽ നിന്ന് കയറുന്നത് ഞങ്ങളുടെ മുറ്റത്തുനിന്ന് ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിലേക്ക് പോകുന്ന അമ്മാമ്മമാര് പോച്ച പറിക്കാനും വിറവെടുക്കാനും പോകുന്നവര് എന്റെ തോർത്ത് ഇങ്ങനെ അവിടെ കാണാൻ കിടപ്പുണ്ടെങ്കിൽ, എനിക്ക് തോർത്തൊന്നും വെളുത്തൊന്നും ഇല്ല, കിടപ്പുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് പറയും, തമ്പിച്ചാൻ ചാരായക്കന്നാസോടം കണ്ട് കുട്ടി കിടപ്പുണ്ടെന്ന് പറയാം. ഞാൻ തുടയ്ക്കുന്ന തോർത്ത് എന്റെ ശരീരം വാടി വഴന്നി ചേമ്പുന്ന പോലെ ആയി. ആ കാലത്ത് എനിക്ക് ആഹാരം വേണ്ടതായി. ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഈ അപ്പച്ചൻ വന്ന് പറയുന്നു. അപ്പച്ചൻ വന്ന് പറയുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ, അപ്പൊ ഇതൊന്നും എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും മറക്കുക, വേറെ ഈ ചാരായത്തിന്റെ പുറത്തല്ലേ. അപ്പം ഞാൻ കണ്ടു ഇതുപോലെ എന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നതായിട്ട്, വിലാപയാത്രയായിട്ട് പോകുന്നു, എന്നെ കൊണ്ട് കുഴിച്ചു വെക്കുന്നു, കൊടുക്കാൻ ഞാൻ ഇല്ലാതാകുന്നു. ഇതൊക്കെ ഞാൻ കണ്ടു. ഇത് തന്നെ അപ്പച്ചനും വന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ മരണം വരാൻ പോവാന്ന്. അപ്പം ഇത് പറഞ്ഞ് ആദ്യത്തെ ആഴ്ചയിൽ പോയില്ല, പോകാഞ്ഞ ആഴ്ചയിൽ എന്റെ ഭാര്യ നിന്ന നിൽപ്പിൽ ഒന്ന് വീണിട്ട് അവളെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് പല അന്നത്തെ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ ഉടനെ ഓപ്പറേഷൻ ചെയ്യണം, ഈ അകത്തുള്ളിൽ ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല. ഒരു 100 രൂപ മിച്ചം വെച്ചത് എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല. എന്തോ ചെയ്യും. പിന്നെ ഞാൻ 1-2 ഒരു സൈബോർഡും വേറെ ഇച്ചിരി തേക്ക് ഒരു പടിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് അവിടെ കിടക്കുമ്പോൾ എന്റെ മോളെ ഞാനാ നോക്കുന്നത്. എന്റെ മോൻ 5ൽ പഠിക്കുന്നു, മോളെ പഠിക്കുന്നു. ഞാനാ നോക്കുന്നത്. രാവിലെ കഞ്ഞി വെച്ചു, ഭക്ഷണം വെച്ച് കൊടുക്കും, ചോറ് കൊടുത്തു വിടും, ഞാനും കഴിക്കും. ഉച്ചയാകുമ്പോൾ വീട്ടുകാരിക്ക് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ കൊണ്ടുപോകും. ഇങ്ങനെ ഞാന് മോനെ അവർക്ക് വേണ്ടി ഒരുക്കി. അവിടെ ഇച്ചിരി സ്ഥലമുണ്ട്, ഞാനത് എന്തെങ്കിലും ഒന്ന് നടാമെന്ന് പറഞ്ഞ് കുന്താലി എടുത്ത് കിളച്ചോണ്ട് നിന്നപ്പോഴേ മോൻ പുതിയും പുസ്തകവും ഒക്കെ ആയിട്ട് ബസ് കയർത്ത് അവിടെ നിന്നു. ബസ്സിലോട്ട് കയറാൻ അവന്റെ കാലെടുത്ത് വെക്കുകയും ഈ കിളി ബെല്ല് കൊടുത്തിട്ട് ബസ് മുന്നോട്ട് എടുത്ത് അവൻ തെറിച്ച് വീണിട്ട് ഈ വണ്ടിയുടെ ബാക്ക് വീല് വന്നിട്ട് അവന്റെ തലയെ മുട്ടി
മുട്ടി നിന്നൊരു പൊട്ടക്കണ്ണനായ ഒരു മനുഷ്യൻ കാലെ പിടിച്ച് വലിച്ചു മാറ്റിയെടുത്ത് വണ്ടി നിന്നു. ഇത് ചേർന്നാ നിൽക്കും, വലിച്ചു മാറ്റിയെടുത്തു. അപ്പൊ ഞാൻ ഇവനെയും കൊണ്ട് പത്തനാപുരത്ത് ആശുപത്രി. അപ്പൊ അപ്പച്ചൻ ദർശനം കണ്ടേക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ മരണം ദൈവത്തിൽ ആശ്രയിച്ചില്ലേ മരണം വരുമെന്നാ. ഞാനിതൊന്നും വിശ്വസിക്കുകയല്ല. പക്ഷെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെയും കൊണ്ട് നേരെ അങ്ങ് പത്തനാപുരത്ത് സ്റ്റേഷനിൽ കൊണ്ട്. അപ്പൊ എസ് ഐക്കൊക്കെ നല്ല പരിചയമാണ്. എസ് ഐ എനിക്ക് ഇത് തന്നു അഡ്മിറ്റ് ആക്കാനായിട്ട്. പിന്നെ അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കി അവിടുത്തെ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ വണ്ടിക്കാരെല്ലാം എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലോ കേസ് നടത്തിക്കും ഞങ്ങളെ. ഞാൻ പറഞ്ഞു ഒന്നും ഒക്കത്തില്ല, അന്നത്തെ സ്വഭാവമല്ലേ, അന്നത്തെ സ്വഭാവമാണ്, ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഒക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരൊക്കെ പറഞ്ഞ് കേസ് ഞാൻ പറഞ്ഞു നിങ്ങളെ ഒന്ന് ഞങ്ങൾ ശിക്ഷിക്കാൻ ക്രിമിനൽ ഈ കോടതിയിലൊന്നും വരത്തില്ല, ഞങ്ങൾക്ക് ക്രൈം 10 പഠിക്കുന്ന 5 പഠിക്കുന്ന ഒരു കുഞ്ഞാ, എനിക്ക് ആ പാടെ ഉള്ളതാണ്. അവന്റെ തലയ്ക്ക് വല്ലതും കേടുപറ്റിയെങ്കിലും സ്കാൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ കേസ് ചാർജ് ചെയ്യും, എന്നിട്ട് നിങ്ങളെ കോടതി വരുമ്പം ഞാൻ ഒഴിച്ചു വിട്ടേക്കാം, നമ്മളെ ആരെയും അങ്ങനെ ഉപദ്രവിക്കാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു. അവരങ്ങനെ സമ്മതിച്ചു. ഏതായാലും അവനെ കൊണ്ടുവന്ന് ആശുപത്രിയിൽ ഇട്ട് കഴിഞ്ഞ് പിന്നെ മോള് മാത്രമേ ഉള്ളൂ. അവൻ ഞങ്ങളുടെ അടുത്തൊരുത്തം തൂങ്ങിച്ചത്തപ്പോ പോലീസുകാരൊക്കെ കൂടെ എസ് ഐ ഒക്കെ കൂടെ അവിടെ വന്ന് എസ് ഐ വന്ന എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരുടെയും മുന്നേ വെച്ച് തന്നെ. അതൊക്കെ നമുക്ക് അന്നത്തെ കാലത്ത് അത് മതി വലിയ ക്രെഡിറ്റിന്. അങ്ങനെ എന്നോട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അവരുടെ വീട്ടുകാരെ വിളിച്ച് സ്റ്റേഷനിൽ ഒന്ന് കൊണ്ടുവരണം, അവർക്ക് വരാൻ പേടിയല്ലേ, വിളിച്ചു കൊണ്ടുവരണം. ഞാൻ പലരെയും കൊണ്ട് ചെല്ലുന്നതാ. അവർക്ക് കേസ് ഇല്ലെന്ന്, ഇല്ലെങ്കിൽ ഇല്ല, ഇല്ലേ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതി കൊടുക്കണം. ഞാൻ പറഞ്ഞു ആട്ടെ. അപ്പൊ ഇതുപോലത്തെ സമയം കഴിഞ്ഞു 2 മണി ഒക്കെ കഴിഞ്ഞ് 5:30 ഞാൻ മോളെയും കൊണ്ട് ആശുപത്രി. ഇപ്പം കുഞ്ഞിനെയും അവളെയും കാണണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. മോളെ അവിടോട്ട് ഒരുക്കി മുറ്റത്ത് നിർത്തിയിട്ട് പറഞ്ഞു അന്ന് അവൾ 2ൽ പഠിക്കുക. ഞാൻ പറഞ്ഞു മോളെ ഞാൻ എളുപ്പം പത്തനാപുരത്ത് സ്റ്റേഷനിൽ പോയി ഇവരെ രാജാനെ കൊണ്ടുവന്നു കാണിച്ച് ഞാൻ എളുപ്പം വരാമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോവുക. അങ്ങോട്ട് പോകുമ്പോൾ ഈ എന്റെ കൂടെ വരുന്ന ആള് വണ്ടിയുടെ മുന്നിൽ, ഞാൻ ഏറ്റവും ബാക്കിലെ സീറ്റ്, 7 പേര് ഇരിക്കുന്ന സീറ്റിന്റെ ഇടത്ത് സൈഡിൽ ഇരിക്കുക. അങ്ങോട്ട് പോയി ഒരു ഇറക്കം കുത്തിറക്കം അങ്ങോട്ട് ഇറക്കി വണ്ടി ചവിട്ടി അങ്ങോട്ട് നിർത്തി വേറൊരു വണ്ടി വന്ന് ഞാൻ ഇടിച്ചങ്ങ് ഇടിച്ച് കയറ്റി. ഞാന് ഈ 2 ഭാഗവും ഒട്ടിയിരുന്ന് ഞാൻ അതിന്റെ മുകളിലിരുന്നു. ഈ ചില്ലുകളെല്ലാം എന്റെ തലയിൽ കൂടി തന്നെ മഴ പെയ്യുന്നത് പോലെ പൊഴിഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ടൗണിനോട് അടുത്തല്ലേ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നു നോക്കിയപ്പം ഈ ചന്ദ്രാക്ഷൻ സാർ എന്ന് പറയുന്ന എസ് ഐ എഴുപ നോക്കിയപ്പോ ഞാൻ ചുമ്മാ ഒന്ന് മുടന്തിയൊക്കെ കാണിച്ചു. എന്റെ ഈ 10 പൈസ ഇല്ല, ആരെങ്കിലും വല്ലതൊക്കെ തന്ന്, ആരുടെയും കൈ നീട്ടാനൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല വല്ലതും. അപ്പൊ ഞാൻ മുടന്തിയൊക്കെ കാണിച്ചു. ചുരുക്കി പറഞ്ഞാൽ അങ്ങേര് പറഞ്ഞടാ ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ച്, നിന്റെ ഭാര്യയെ നിന്റെ പെണ്ണുമുള്ള ആശുപത്രി കിടക്കുന്നു, മോൻ അവിടെ ആശുപത്രിയിലെ പിന്നെ നിനക്കും എന്ന് പറഞ്ഞ് അയാള് എന്നെ കൊടുത്തു ഇതാക്കി പറഞ്ഞിട്ട് വണ്ടിക്കാരോട് പറഞ്ഞു എനിക്ക് ചെലവിന് പൈസ തരാൻ. അവര് 2 വണ്ടിക്കാരും ചേർന്ന് 10,500 രൂപ അന്ന് തന്നു. ഞാൻ പിന്നെ ഒന്നിനും പോയില്ല. നമ്മുടെ നേരത്തെ ആവശ്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. 1,800 രൂപ മേടിച്ചു. അതൊക്കെ ഇപ്പോഴത്തെ നിലയ്ക്ക് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നില്ല, മഹാപാതകങ്ങളാ അതൊക്കെ ചെയ്തത്. ഏതായാലും അന്നത്തെ നിലയിൽ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ അപ്പച്ചൻ അപ്പോൾ മോനും വൈഫും ആശുപത്രി കിടക്കുന്നു. ഞാന് കുഞ്ഞിനെ അടുത്തുള്ള ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തൊരു ഏജി ചർച്ചുണ്ട്, അവിടെ വിട്ടിട്ട് ഞാൻ ഈ അപ്പച്ചൻ പറഞ്ഞു അവളവിടെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് കഞ്ഞി ഏതാണ്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സഹായം കഴിയുമ്പോഴത്തേക്ക് ഞാൻ 1 മണിയാകുമ്പോഴത്തേക്ക് വരുമെന്ന് പറഞ്ഞ പോയി പല്ലു ചർച്ചിൽ പോയി നല്ല ആരാധനയൊക്കെ കണ്ട് സന്തോഷിച്ചു. മദ്യപിച്ചിട്ടാ പോയത്. പിന്നെയും എനിക്ക് വലിയ ഒരാഗ്രഹം, എനിക്ക് ഇതിനകത്താകണം, എനിക്ക് വേണ്ടുന്ന പോലെ പറയാനൊന്നും അറിയത്തില്ല. എനിക്ക് ഒരാളുടെ പോലെ ദൈവത്തെ ആരാധിക്കണം, പാപം ചെയ്യാതെ ജീവിക്കണം. എന്റെ പാപമൊക്കെ എങ്ങനെ ക്ഷമിക്കും? ഞാൻ വല്ലാത്ത പാപിയാണ്. ഒത്തിരി എണ്ണത്തിന് മദ്യം കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഞാന് അങ്ങനെ തീരുമാനിച്ചു. പക്ഷെ ഇവിടെ വരുമ്പം ചാരായമൊക്കെ കിടക്കുക, അതെടുത്ത് പിന്നെയും കുടിക്കും.
മുഖമൊക്കെ തുടയ്ക്കും. ഈ അപ്പച്ചൻ കൂടെ കൂടെ എന്നെ വാച്ച് ചെയ്യും. അപ്പൊ ചിലപ്പം വീടിയും കത്തിച്ചോണ്ട് അപ്പച്ചന്റെ അടുത്തോട്ട് ചെല്ലുന്നത്. അതിനു മുമ്പേ ഈ എക്സൈസുകാരൊക്കെ വരുന്ന സമയത്ത് എന്നെ പല പ്രാവശ്യം പിടിക്കാൻ അവരെന്നെ ഇങ്ങനെ വട്ടം വളഞ്ഞു നിർത്തിക്കൊണ്ട് ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ഈ ചാരായം എടുക്കാൻ കയറിച്ചില്ല. അവിടെ അങ്ങോട്ട് ഇവര് പോലീസുകാരെ ഈ എക്സൈസ് സാധാരണ ആൾക്കാരെ വിടും. പെറ്റി ഓഫീസറും SI ഒക്കെ എന്നെ തടഞ്ഞു നിർത്തിയേക്കും. അപ്പൊ അങ്ങോട്ട് കയറി ചെല്ലുന്ന ആ സമയത്ത് ഞാൻ എന്തൊടുക്കും, ഞാൻ ഇട്ടേക്കുന്നിടത്തോട്ടായി അവർ പോകുന്നതെങ്കിൽ ഞാൻ എതിർ സൈഡിലോട്ട് നോക്കിയിട്ട് ഒരു ദീർഘശ്വാസം വിടും. അപ്പം ഈ പോയവരെ ഇവര് വിളിച്ച് അങ്ങോട്ട് വിടും. അപ്പോഴെനിക്ക് ആശ്വാസമായി. അപ്പൊ ഞാനൊരു ഭയത്തോട് അങ്ങനെ നിൽക്കും. അവരാകുന്നതൊക്കെ തപ്പിയിട്ട് അങ്ങ് പോകും. അങ്ങനെ 100 പ്രാവശ്യം ഉപജീവനത്തിന് വേണ്ടി ആണെങ്കിലും ദൈവഹിതമല്ലാത്തതാണെങ്കിലും ഒരുപാട് അടവുകളും തിരുവാതിരകളും ഒക്കെ കളിച്ച് ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ ദൈവത്തോട് ക്ഷമയൊക്കെ ചോദിച്ചു. അങ്ങനെ ഈ ആരാധനയില് 3-ാമത്തെ ആഴ്ചയായപ്പോഴത്തേക്ക് ഭാര്യ വീട്ടിൽ വന്ന് ഞാൻ അവരെയും കൊണ്ട് പോയി. ഞാൻ പുറകെ മാറിയിരിക്കും. അന്നും രാവിലെ കുടിച്ചിട്ടുണ്ടാവും. ഞായറാഴ്ച കുടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ പറഞ്ഞ അടുത്ത വ്യാഴാഴ്ചയാണ് നമ്മുടെ ആണ്ടർതി മീറ്റിങ്. അന്ന് കർത്തൃമേശ ഉണ്ടായിരിക്കും. എല്ലാ ദൈവമക്കളും ഒരുക്കത്തോട് വരും. ആകുന്നിടത്തോളം ഉപവാസത്തോട് വരും. എനിക്ക് ഉപവാസം എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് അറിയത്തില്ല. 12-ാമത്തെ വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ളതല്ലാതെ കൂട്ടായ്മയിലൊന്നും അത് നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഉപവാസത്തോട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നീ എന്റെ ദൈവമാണ്. നീ എനിക്ക് അന്ന് ഇത് ഈ കർത്തൃമേശയിൽ പങ്കെടുക്കാൻ, ഈ പറഞ്ഞതിൽ പങ്കെടുത്ത് എനിക്ക് ഇവരിൽ ഒരാളിനെ പോലായി എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. ഇല്ലേ പിന്നെ ഞാൻ വഴി ചത്ത് പഴുത്തു പോകത്തേ ഉള്ളൂ. എന്നെ രക്ഷിക്കണേ കർത്താവേ എന്ന് പറഞ്ഞു. ഞാന് പലപ്പോഴും ഈ ചാരായം വെക്കുമ്പോഴും കാട്ടിയിരുന്ന് ചാരായം കുടിച്ച് വെളിവില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ വഴിയിൽ നിന്ന് തന്നെ മാറ്റിവിടണം, നിനക്ക് മാത്രമേ കഴിയൂ, ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഈ ദിവസവും വന്നിട്ടും പിന്നെയും വ്യാഴാഴ്ച രാവിലെ ആയപ്പോ ഞാന് കയറിപ്പോയി എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 1000-കണക്കിന് രൂപ മുടക്കി ഇട്ടിരുന്ന ചാരായം മൊത്തം അടിച്ച് പൊട്ടിച്ചിട്ട് ഞാന് അന്നേരവും കുറച്ച് കുടിച്ചിട്ട് മോളെ വിട്ടിട്ട് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചനും ഒക്കെ പ്രാർത്ഥനയ്ക്ക് പോകാൻ വരുമ്പോ ഞങ്ങളെ വിളിക്കണേന്ന് പറഞ്ഞു. അന്ന് 2ൽ പഠിക്കുന്ന മോള. അവളവിടെ പോയി അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ അറിയാൻ ഞാൻ ഉഡായിപ്പാണ്, വന്നു കഴിഞ്ഞാൽ വെള്ളം അടിക്കുമെന്ന് അറിയാം. എങ്കിലും അന്ന് എന്നെ വിളിച്ചു. അപ്പച്ചൻ ഒരാളിനെ കൂടെ ചർച്ചയിൽ കൊണ്ടുവന്ന ഒരു ക്രെഡിറ്റ് അല്ലേ എന്ന് പറഞ്ഞ അപ്പച്ചനെ വിളിച്ചു. ഞാൻ പോയി ഏറ്റവും പുറകിൽ. അപ്പൊ എന്നെ വാടകയെടുക്കും. എന്നെ ഈ ആർക്കോളില്ലേ ചാരായത്തിന്റെ വാടകയുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നപ്പോൾ ഇവരെ പ്രാർത്ഥിച്ചു, പാട്ടുപാടി കഴിഞ്ഞിട്ട്, അല്ല, ഒരു പാട്ടുപാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൊറോട്ടയും കറിയുമായിരുന്നു. അത് കഴിഞ്ഞ് അത് ഞാൻ പങ്കുകൊണ്ടെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇതിലാകണം എന്ന് വലിയ ആഗ്രഹം ആയി തീർന്നിട്ട് ആരാധന തുടങ്ങിയിട്ട് ഞാൻ പുറകിലിരുന്ന് ഈ ആരാധന ഞാനപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ, ഇന്ന് എന്നെ ഇതിലാക്കണം. ഇനിയില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്റെ മകനായി ജീവിക്കാൻ ഒക്കത്തില്ല. എന്നെ ഇവരിൽ ഒരാളെ പോലെയാക്കും. ഇതേ എനിക്ക് പറയാൻ അറിയത്തില്ല. അങ്ങനെ പറഞ്ഞിരുന്ന ദൈവദാസനെ ഞാനൊരു ദർശനം കാണുക. ദർശനം എന്ന് പറയുന്നത് ഞാൻ ഇരുന്നിട്ട് ഞാൻ അങ്ങ് ഇല്ലാതായി. എന്നുവെച്ചാൽ ഇങ്ങനെ ഇരുന്നെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഞാൻ, എനിക്ക് എന്തോ അകത്തൊരു ചെറിയ ബോധം, അടിക്കുന്നതും പാട്ട് പാടുന്നതും വേറെ ബാഹ്യമായിട്ടൊന്നും കാണാൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് ഞാൻ ആളില്ലാതായി. എനിക്ക് എന്നെ കുറിച്ച് ഒരു ബോധവും ഇല്ലാതായി. അങ്ങനെ ഇരുന്ന സമയത്താണ് പിന്നെ ഞാനൊരു കാഴ്ച കാണുക. നല്ല വെള്ള വസ്ത്രം ധരിച്ച് കുറച്ച് ആൾക്കാര് അതിന്റെ മുന്നിൽ ഒരു സ്ത്രീ ഓടി വരുന്നു. വേണ്ടുന്ന വസ്ത്രമില്ലാത്ത നിലയിൽ ഓടി വരുന്നു. അപ്പോൾ ഇവർ ഓടി ചെല്ലുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുക. എന്റെ അകബോധ മനസ്സുണ്ട്, പുറമേ ഞാൻ ഇല്ല, എനിക്കൊന്നും ഈ ബാക്കിയുമായി ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. റമ്മടിക്കുന്നതും പാട്ടും ഒക്കെ ഇങ്ങനെ എന്തോ ഒരു തേജസ് പോലെ കേൾക്കുകയും കാണുകയും ചെയ്യാം. അപ്പം ഓടി ചെന്നിട്ട് ഈ സ്ത്രീ അപ്പം ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു.
ആ ഇരിക്കുന്ന ആളിന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ നിൽക്കുന്നു. ഉടനെ ഏതാണ്ട് പറയുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഈ വന്നവരെല്ലാം കൂടി വരുന്നു. അവരോടും ഈ ഇരിക്കുന്ന ആൾ ഏതാണ്ട് പറയുന്നു. പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഓരോരുത്തരും ഇങ്ങനെ വന്നു പോകുന്നു. പരിപരിയായിട്ട് പെതുക്കെ നടന്നു പോകുന്നു. ഈ സ്ത്രീ ഇങ്ങനെ മുഖം ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി, ഈ ഇരിക്കുന്ന ആളും മുഖം ഉയർത്തി. കണ്ടാൽ നല്ല ചുമന്ന് തുടുത്ത് നല്ല കോളരൂപനായ ഒരു വ്യക്തിയാണ്. ഏതോ പറഞ്ഞു. എന്നിട്ട് അവളോട് പറയുകയാണ്, ഇനി നീ പാപം ചെയ്യരുത്. ഇതെനിക്ക് വ്യക്തമായിട്ട് കേൾക്കാം. എന്നിട്ട് കൈ ഏതോ പുക പോലെ കൈ ഇങ്ങനെ നീട്ടിയേക്കുന്നു. ഞാൻ പെട്ടെന്ന് എനിക്ക് ബോധം വന്ന് നോക്കിയപ്പോൾ കൈയല്ല കാണുന്നത്, ഒരു മേഘം പോലെ ഒന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഒരു വെള്ള രൂപം പോലെ ആ സ്ത്രീയെ വ്യക്തമായിട്ട് അന്നേരം എനിക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എനിക്ക് ബോധം വന്ന് ഇത് എന്റെ ദൈവം എന്നോട് സംസാരിച്ചു. ഇനി നീ അപ്പം അന്ന് രാവിലെ മദ്യപിച്ച് ഞാൻ തിരുവത്താഴം എടുക്കാൻ ഇരിക്കുക. അപ്പോൾ ഞാൻ ഇരുന്ന സ്ഥലം എല്ലാം ഒരു കുടം വെള്ളം കൊണ്ട് ഒഴിച്ചതുപോലെ അങ്ങ് അവിടെ മുഴുവൻ അങ്ങ് വെള്ളമായി. അടുത്തിരുന്ന പിള്ളേരൊക്കെ മാറി. അപ്പം എനിക്കിത് എടുക്കണം. അപ്പോഴത്തേക്ക് എന്റെ ശരീരമൊക്കെ നോക്കിയപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ എനിക്ക് നല്ല ഉന്മേഷം ഉണ്ടായി. ഒരു വലിയ എന്തോ എനിക്കൊരു വലിയ മാറ്റം ഉണ്ടായി. എനിക്ക് നല്ല ഉന്മേഷം. മറ്റേ ഞാൻ വിറച്ചു നടക്കുന്ന എനിക്ക് ആ വിറയിലില്ല. എനിക്ക് നല്ല ആരോഗ്യം. അന്ന് 34 വയസ്സുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 34 വയസ്സായി. ഇപ്പൊ 34 വയസ്സ് ഇപ്പൊ 68 നടന്നുകൊണ്ടിരിക്കുക. പകുതിക്കാണ് ഈ സാക്ഷ്യം പറയുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഞാന് ഈ എന്തോ പറഞ്ഞു വന്നത്, അങ്ങനെ ഇത് കണ്ട് ഞാൻ എന്തുകൊടുത്തു, ഇവരെല്ലാരെയും നോക്കിയിട്ട് ഞാൻ ഇഴഞ്ഞ് മുന്നോട്ടങ്ങ് പോയി. ഇരുന്ന പാടെ എഴുന്നേക്കാനൊന്നും പോയില്ല. ജനങ്ങളെല്ലാം എന്നെ നോക്കുക. ഈ അപ്പച്ചനും ഉൾപ്പെടെ ഒത്തിരി ആൾക്കാർ എന്നെ നോക്കുക. ഏതായാലും കർത്തൃമേശ ഞാൻ അന്നെടുത്ത് ഇന്ന് വരെ വിശ്വസ്തയോട് കർത്താവിനെ സേവിപ്പാൻ എന്റെ കരവെന്നെ പിടിച്ച് നടത്തും. അതിനുശേഷം എന്റെ ജീവിതത്തില് പിന്നെ എന്റെ വരുമാനം എന്താ? ചാരായ കച്ചവടമായിരുന്നു. ചാരായമില്ല, ഒരു മാർഗവുമില്ല. ഞങ്ങളുടെ അടുത്തുള്ള ഏജിയിലെ അമ്മാമ്മമാരൊക്കെ പറഞ്ഞു, നമ്മുടെ പുലിത്തമ്പി ഇല്ലയോ, കൂടിപ്പോയാ 3 മാസം അതാ പതിവ്, പക്ഷെ ഇത് 2 ആഴ്ച പോലും നിൽക്കുകയില്ല എന്നൊക്കെ അമ്മാമ്മമാരൊക്കെ പറഞ്ഞു. എനിക്ക് അവരോട് അന്നും വിരോധമില്ല. അവര് സാധാരണ നില കാഴ്ചപ്പാടനുസരിച്ചാ പറഞ്ഞത്. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കഷ്ടത പിന്നെ മുൻപോടുത്തു. എന്നെ ആരും വീട്ടിൽ കയറ്റ അല്ലെ, ഇങ്ങനെ ഇതിനൊക്കെ മുമ്പേ വേറെ കാര്യങ്ങളുണ്ട്. എനിക്കാരും ഒരു ജോലി തരാതിരുന്ന് ഞാൻ വെള്ളമടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ ഒരു ചർച്ചകോടുകാരുടെ വീട്ടിൽ എന്നെ വിളിച്ച്, അത് ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് 4 മൈൽ അപ്പുറമാണ്. അവരെന്നെ വിളിച്ച് അവരുടെ വീട്ടിൽ നിർത്തി എനിക്ക് ടാപ്പിങ് തന്നു. രാവിലെ ഭക്ഷണമൊക്കെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞാൻ ഉച്ചയാകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. ആ അമ്മച്ചി എന്നെ വെച്ച് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഈ നിലയിലേക്ക് അനേകരെന്നെ വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ കളഞ്ഞ് ഇതിലേക്ക് വരാൻ ഇടയായത്. അത് കഴിഞ്ഞ് വന്നു. ജീവിതം വലിയ ഉപജീവന മാർഗത്തിന് വഴിയില്ലാതായി. അപ്പോഴേ എന്റെ കുഞ്ഞുങ്ങൾ ആരും പഠിക്കത്തില്ല. എനിക്കും പഠിച്ചില്ല. എന്നോടൊരാൾ പറഞ്ഞു, എന്റെ മോന് 10 വരെ ഏതായാലും വിടണം, 10 തോറ്റാലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അല്ലെ വർക്ക്ഷോപ്പിൽ കാണാൻ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയി തീരാം. മോളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്, എങ്ങനെ ഭാവി ജീവിതം? ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. പക്ഷേ എനിക്ക് വലിയ പ്രത്യാശയും സന്തോഷവും എൻ്റെ അകത്ത്. അത് അന്നത്തേത് കുറഞ്ഞിട്ടില്ല, വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സന്തോഷത്തോട് ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു. മോള് 8 പഠിച്ചു, മോനെ 10 കഴിഞ്ഞു, കയറി +2-നായി. അപ്പൊ എന്റെ മോൾ എന്നോട് ചോദ്യം ചോദിച്ചു, ഞാൻ 10-ലും +2-ലും പഠിച്ചു കഴിയുമ്പം എന്നെ നേഴ്സിംഗിന് വിടണോ? ഞാൻ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു. ഒടുക്കം പെട്ടെന്ന് നാളുകൾ കഴിഞ്ഞു, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. ഞാന് നേരത്തെ ഈ രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, അപ്പം രക്ഷിക്കപ്പെട്ടു വന്ന സമയത്ത് ഒരു ബൈബിൾ കോളേജ് പത്തനാപുരത്ത് തുടങ്ങി. പത്തനാപുരത്ത് കാൽവറി ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞ് ബൈബിൾ കോളേജ് തുടങ്ങി. അപ്പൊ എന്നോടൊരാൾ, ഒരു ടൈറ്റസ് വാഷ് പറഞ്ഞു, തമ്പി നീ പോയി ദൈവവചനം പഠിക്കണമെന്ന്. അവർക്കറിയത്തില്ല എന്റെ പശ്ചാത്തലം. എനിക്ക് വെട്ടാൻ പോകണം,
പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, വെട്ടാൻ പോണം. പിന്നെ തന്നെയല്ല, എനിക്ക് പഠിത്തമില്ല, വിദ്യാഭ്യാസം ഇല്ല. 3ാം ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ആകെ. അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങനെയാ പോകുന്നത്? ചിലപ്പോൾ വല്ലതും എഴുതേണ്ടതായിട്ട് വന്നാലോ എന്നൊരു ചിന്ത. അവിടെ ചെന്നപ്പോ എഴുത്തേ ഉള്ളൂ. പക്ഷെ ഞാൻ വരച്ചു വെക്കും. അതെല്ലാം ഭംഗിയായിട്ട് എനിക്ക് വായിക്കാൻ അറിയായിരുന്നു. അന്ന് വരെ ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. ഒരു ടെസ്റ്റ് ഇട്ടായിരുന്നു അന്ന്. ഒരു ദേവദാസ് ടെസ്റ്റ് ഇട്ട് ഞങ്ങൾക്ക്, എന്റെ കൂടെ പഠിക്കുന്നത് BA കാരനുണ്ട്, പിന്നെ ഇവിടെ അടുത്തൊരു എഞ്ചിനീയർ ഉണ്ട്, പിറ്റി സാർ എന്ന് പറയും, അദ്ദേഹം ഉണ്ട്, പിന്നെ ഒരു കൊച്ചുമോനുണ്ട്. അവരൊക്കെ വലിയ പഠിത്തക്കാരാ. അവരുടെ കൂടെ ഞാനും ഇരിക്കുക. പക്ഷെ ഞാൻ ഒട്ടും പുറകിലല്ല, ഞാൻ ഇതെല്ലാം എഴുതി വെക്കും. ഒടുക്കം ഒരു ടെസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ ഏതാണ്ടൊക്കെ എഴുതിയിട്ട് വിചാരിച്ചു ഇനിയും പോകുന്നില്ല, കാരണം നാണക്കേടല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ സമയമായപ്പം ദൈവം എന്നെ ഒരാഴ്ച കഴിഞ്ഞ് ആ ടെസ്റ്റിന്റെ പേപ്പർ നോക്കിയിട്ട് എനിക്ക് മാർക്ക് തന്നിട്ട് പറയാം, ബ്രദറെ ഇങ്ങനാണോ പേപ്പറിൽ എഴുതേണ്ടത്? അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ എഴുതാനേ അറിയൂ, കാരണം ഞാൻ ആകെപ്പാടെ 5 വർഷമേ പഠിച്ചിട്ടുള്ളൂ, അത് 3-ലായിരുന്നു 3 വർഷവും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കുറച്ചു പേര് ചിരിച്ചു, പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല ജനമേ, ഞാന് ആ പരീക്ഷയ്ക്ക് പിന്നെ അതിന്റെ മെയിൻ ടെസ്റ്റ് ആയി ഇട്ടപ്പോൾ എനിക്ക് സെക്കൻഡ് മാർക്കുണ്ട്. ആ കൂട്ടത്തിൽ എല്ലാവരെയും കണ്ടു. ചിറ്റി സാറിന് കണ്ടായിരുന്നു, പറയുന്ന അദ്ദേഹത്തിനായിരുന്നു പിന്നെ ഫസ്റ്റ്, എനിക്ക് സെക്കൻഡ്. അത് കഴിഞ്ഞ് എല്ലാ വിഷയത്തിലും ഞാൻ എന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചാലും ഇരിക്കത്തില്ല. കാരണം ഞാൻ പറയുന്നത്, പ്രാർത്ഥന കർത്താവ് വന്നില്ലെങ്കിൽ പിന്നെ നമുക്കുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം ഒരു പ്രാർത്ഥനയോ ഉപവാസമോ ഉണ്ടെങ്കിൽ അവിടെ അങ്ങ് പോകും. ഞാൻ ഒന്നിനും പോകത്തില്ല. എത്ര ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു അത് പഠിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പുനലൂരെ ചർച്ചില് എന്നോട് ആ ദൈവദാസൻ ചോദിച്ചു, അപ്പൊ ഏതൊക്കെ വിഷയം പഠിച്ചു? ഞാൻ പറഞ്ഞു ഇന്ന വിഷയം പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ 1.5 വർഷം ഹൈസ്കൂളിൽ പഠിപ്പിച്ചു. അന്നും BA-കാരൊക്കെ ഉണ്ട്. പച്ച മലയാളത്തില് ഒരു റബ്ബായിട്ട് പോലും ഇംഗ്ലീഷ് അക്ഷരം അവർ വേണേ എഴുതിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ നോട്ട്സ് ബുക്ക് സാർ നോക്കരുത്, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വിഷയങ്ങൾ. ദൈവം അതിന് കൃപ ചെയ്ത് 1.5 വർഷം അവരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്നെ സാറേ വിളിച്ചപ്പോൾ ഞാൻ കിടന്നത്, പണ്ട് ചാരായ കഴിക്കാൻ പോകുമ്പോൾ മനുഷ്യർ വിസർജനം ചെയ്യും അവിടെ എല്ലാം, അന്ന് ഈ കക്കൂസ് ഒന്നും എല്ലായിടത്തും ഇല്ല. അതിനകത്ത് കിടന്ന് ഉരുണ്ടാണ് ഞാൻ ചിലപ്പോൾ വീട്ടിൽ വരുന്നത്. എന്റെ ദേഹം മൊത്തം മനുഷ്യ അമേദ്യമായിരിക്കും. അങ്ങനെ കിടന്ന എന്നെ ദൈവം ആ നിലയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് ഹൈസ്കൂളിലെ പഠിപ്പിലൊക്കെ നിർത്തി. കാരണം എനിക്ക് വേറെ 1-2 ആവശ്യത്തിന് ഞാൻ മക്കളുടെ അടുത്ത് പോകണമായിരുന്നു. പോയി വന്നു, എല്ലാം കഴിഞ്ഞ് മോടടുത്ത് പോകണമായിരുന്നു. അങ്ങനെ ഇതെല്ലാം അല്ല, മോടടുത്തല്ല, എനിക്ക് എന്റെ ഇപ്പാപ്പന്റെ മോൻ എന്നെ ഒരു ദിവസം അവിടെ കൊണ്ടുപോയി. മോടടുത്തൊക്കെ പിന്നെ കൊണ്ടുപോയി, ഈ ദുബൈയിൽ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടെ ഒരു 20 ദിവസം എന്നോട് വന്നു. അത് കഴിഞ്ഞ് ഈ മോള് പഠിക്കാൻ തുടങ്ങി. മോനെ 10 പഠിച്ചപ്പോഴത്തേക്ക് അവിടെയൊക്കെ ഉള്ളവർക്ക് വലിയൊരു അത്ഭുതം. എന്റെ ഉരുത്തമ്പിയുടെ മോൻ 10 പാസ്സായത് വലിയ അത്ഭുതമായിരുന്നു. മോളന്ന് 7-ലോ 8-ലാ പഠിക്കുന്നത്. ഞാൻ ഇപ്പൊ അത് ഓർക്കുന്നില്ല കറക്റ്റ്. 8-ലാ പഠിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അവൾ എന്നോട് ഇങ്ങനെ കൂടെ പറയും. ഞാൻ പറയാം ആട്ടുമോളെ എന്ന്. എനിക്കത് നിസ്സാരമായിട്ടാ തോന്നി. നിന്നെ വിടാം, ഇപ്പൊ നേഴ്സിങ്ങിന് വിട്ടാൽ മതിയല്ലോ. എന്റെ കണക്കൂട്ടൽ എന്തുവാന്നറിയാം, പണ്ട് ഞങ്ങളുടെ അവിടെ ഈ ഒരു ഹോസ്പിറ്റലുണ്ട്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ. അവിടുത്തെ ഡോക്ടർ ജോൺ എന്ന് പറയുന്ന നല്ല ഒരു മനുഷ്യനാണ്. അപ്പൊ ഇവിടെ 10 തോറ്റ പിള്ളേരെയൊക്കെ അവരുടെ അപ്പന്മാര് 10 ജയിച്ച പിള്ളേരെയൊക്കെ എന്റെ കൊച്ചിലെ അവിടെ കൊണ്ടുവന്ന് നിർത്തും. അപ്പം ഒരു സാരി മേടിച്ചു കൊടുക്കണം, ഉച്ചയ്ക്ക് ഇച്ചിരി ചോറും കൊടുത്തു വിടണം, ഇതേ ഉള്ളൂ. ഞാൻ അങ്ങനെ നേഴ്സ് പഠിത്തം വിചാരിച്ചത്. ഈ എന്റെ മോൾ 2002-ലും അല്ല, ഈ 98 അല്ല, ഈ 98 പഠിച്ചു. ഒടുക്കം ഞാന് വിടാമെന്ന് പറഞ്ഞു. ഇവള് അതിനുവേണ്ടി തയ്യാറായി, നന്നായിട്ട് SLC അവള് പാസ്സായി. മോനെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് BCom പോകാൻ തുടങ്ങി. ഒക്കെ വലിയ അതിശയമായിട്ട. എന്റെ കയ്യിൽ ഒരു പൈസയും. ഞാൻ എവിടെങ്കിലും വന്ന് ഞാൻ വെടൂർ ഒരു സഭയുടെ ശുശ്രൂഷയ്ക്ക് എനിക്ക് കിട്ടുന്ന 62. പിന്നെ ഈ ഗുഡ് ന്യൂസിന്റെ ഒരു അച്ഛൻ എനിക്കൊരു 500 രൂപ വെച്ച് മാസം തരും.
അത് ഈ പൊയ്യയോർച്ചാൻ എന്ന് പറയും, അദ്ദേഹം അമേരിക്കയിലുണ്ടായിരുന്നു. ഇത് എനിക്കൊരു 500 രൂപ വെച്ച്. അത് അലക്സാണ്ടർ ഫിലിപ്പ് എന്ന് പറയുന്നത് ഇപ്പം മാവേലിക്കര റീജൻ ഈ ഷാരോന്റെ പാസ്റ്റർ ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ അന്നൂടെ പരസ്യവും ഞങ്ങളെല്ലാം ഒരുമിച്ച് പരസ്യം നടത്തി. ഞങ്ങൾ അധ്വാനിക്കുന്ന പൈസയുടെ വീതം വിട്ട്. അപ്പൊ അങ്ങനെ ഇവള് പഠിച്ചു ജയിച്ചു. മോൻ ബികോമും പാസ്സായി. ഇവള് പഠിച്ച് ജയിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ തിരക്കിപ്പോ എന്തുവാ, എന്റെ മനസ്സിലെ പ്ലാൻ ഒന്നുമല്ല, ഒന്നീ ബാംഗ്ലൂരിൽ വിടണം, ഇല്ലേ ആന്ധ്രയിൽ വിടണം. അതിനൊക്കെ ഞാൻ ചിന്തിച്ചപ്പോ എന്റെ മോളെയും വിളിച്ചുകൊണ്ട് എനിക്ക് ബാംഗ്ലൂർ വരെ ഒന്ന് പോയിട്ട് വരാനുള്ള അവസ്ഥ എനിക്കില്ല. ഞാൻ പിന്നെ എങ്ങനെ പോകും? അപ്പോഴത്തേക്ക് ഇവൾക്കൊന്നും വലിയ പ്രശ്നം, എന്നോട് എതിർത്തൊന്നും പറയത്തില്ല. കരഞ്ഞ് കണ്ണുനീരെല്ലാം വാർത്ത്, ഞങ്ങൾക്ക് 2 മുറിയുള്ള ഒരു വീടാണ്, അതൊക്കെ ദൈവം തന്നതൊക്കെ, അതൊന്നും ഞാൻ പറഞ്ഞു വന്നില്ലല്ലോ. നല്ല കാര്യങ്ങൾ അറിയേണ്ടത് ദൈവം നടത്തിയ വിധങ്ങള്, ദൈവം കൈക്ക് പിടിച്ചുയർത്തിയ വിധങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ കൂട്ട് നീ +2 കഴിഞ്ഞില്ലേ, നീ ബികോമിന് എങ്ങനെ പോകും, എന്തെങ്കിലും ദൈവം വഴി തരും. അതാകുമ്പോൾ നമുക്ക് എങ്ങനെയും ഒക്കെ എന്നെ കൊണ്ടൊക്കത്തില്ല, ഞാൻ തയ്യലിന് പോളാന്നും പറഞ്ഞ് കയറി മുറിക്കകത്ത് ഒറ്റ ഇരിപ്പ്. രാവിലെ ഒന്ന് ഇറങ്ങി വരും, വൈകിട്ട് ചിലപ്പോ ഒന്ന് ഇറങ്ങി വരും. എന്തോ കാര്യമൊന്നും എനിക്കറിയാം. അവളോട് ചോദിക്കുമ്പോൾ ആഹാരമൊന്നും കഴിക്കും. അപ്പൊ ഞാനും ഇതിനകത്ത് ഇറങ്ങിയിട്ട് അധികം നാളൊന്നും ആകാഞ്ഞുകൊണ്ട് എനിക്കും ഈ ഉപവാസത്തെ കുറിച്ച് അത്ര, ഞാനൊന്നും വരെയൊന്നും വലിയ ഉപവാസം ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ദൈവത്തോട് ഇന്ന് കരയില്ല. ഞാൻ പറയും, കർത്താവേ എനിക്കൊക്കത്തില്ല, നിനക്ക് സകലം. എനിക്കൊക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്നെ കൈവിടരുന്ന്. എന്റെ മോളെ കാര്യം കൊടുക്കും. അവള് 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഉപവാസമായിരുന്നു. അപ്പം എന്റെ മുഖത്തോട്ട് നോക്കുന്നില്ല, ഞാൻ അവളോട് മിണ്ടുന്നില്ല. വീട്ടിലൊരു മരിച്ച പ്രതീതിയാണ്. ഇങ്ങനെ ഇരുന്ന് അന്ന് വൈകിട്ട് എന്നെ അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, തമ്പി പാഷയെ മോള് ഇതൊക്കെ ആയാലും +2 നല്ല മാർക്കോട് ജയിച്ചിട്ട് ഇനി എന്തോ പദ്ധതി? ഞാൻ പറഞ്ഞ, അപ്പച്ചാ എനിക്ക് ഒന്നും അറിയത്തില്ല. അവളെ എന്നോട് പറഞ്ഞത് ഇതുപോലെ കേസിനെ ഞാൻ വിടാമെന്നും പറഞ്ഞു. ഞാൻ വിചാരിച്ചു പണ്ട് നമ്മുടെ ഡോക്ടർ ജോണിന്റെ ആശുപത്രി വിടുന്ന പോലെ. അതൊക്കെ അക്കാലം, ഈ കാലം അതൊന്നും നടക്കുകയില്ല. ദൈവം നടത്തും പാഷേ എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. പുള്ളിക്കാരന്റെ 8 മക്കൾ അമേരിക്കയില, അപ്പച്ചനും അമ്മച്ചിയും അമേരിക്കയില. അവരിപ്പം റിട്ടയർഡായി വന്ന്, അവർ രണ്ടുപേരും കഴിഞ്ഞിടയ്ക്ക് മരിച്ചു. റിട്ടയർഡായി വന്നിട്ട് അണ്ടിലൊരിക്കൽ പോകും അവിടെ. അപ്പൊ എന്നോട് പറഞ്ഞു, പോരാൻ നേരത്ത് പറഞ്ഞു, ഒരു 10,000 രൂപ എടുത്തിട്ട് തന്നിട്ട് പറഞ്ഞു, പോയി എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ എടുക്കാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ബാംഗ്ലൂരിലെ കൂടുതൽ പിള്ളേരെ വിടുന്നത്. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞിട്ട് പോയി, പാഷെ മോള് ജയിച്ചല്ലോ, അവളെ നേഴ്സിംഗിന് വിടണം, നേഴ്സിംഗിന് വിടണം, എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഇതൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ അവനെ വിളിച്ചപ്പോ അവന് അഡ്മിഷൻ ആർക്കാണ്ട് എടുത്തു കൊടുക്കാൻ ബാംഗ്ലൂരില് കൊടുക്കാൻ. ഞാൻ എന്നെ വിളിച്ചോളെ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പാസ്റ്ററിന് പോരാൻ പറഞ്ഞു. ഞാൻ ഈ 10,000 രൂപ അപ്പച്ചൻ തന്നത് മേടിച്ചോളൂ. എന്നോട് പറഞ്ഞ അഡ്മിഷൻ എടുക്കാം. ഞാന് വീട്ടുകാരി എല്ലാം കൂടെ, ഞാൻ അറിഞ്ഞും അറിയാതെ എല്ലാം കൂടെ തുള്ളി പറക്കിയിട്ടിരുന്ന് ഞങ്ങളുടെ ആകെ സമ്പാദ്യം അന്ന് വരെയുള്ളത്, ഏത് സാഹചര്യത്തിൽ ജീവിച്ചപ്പോഴും ഇന്ന് വരെയുള്ള ഒരു 4,000 രൂപ ഉണ്ടായിരുന്നു. അതും കൊണ്ട് ഞാൻ പോയി. ഇവനൊരു ഈ പയ്യൻ ഒരു വിശ്വാസി പയ്യനാണ്. അവനെ അവിടെ പിന്നെ ഒരു പാസ്റ്ററുടെ വീട്ടിലെ പാസ്റ്റർ കൂടെ യോജിച്ച് നിൽക്കുന്നവനാ. അവനെ എന്നോട് പറഞ്ഞ മജിസ്ട്രേറ്റ് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് എന്നെ വിളിച്ച്, പുള്ളി അവിടെ വന്ന് എന്നെ വിളിച്ച് ഈ പാസ്റ്റർ വീട്ടിൽ കൊണ്ടുപോയി. ഈ പാസ്റ്റർ ഒരളിയനും ഇവനും കൂടെ പോയി അഡ്മിഷൻ എടുത്തു. എന്നോട് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുക്കുക. ഞാൻ പറഞ്ഞു, എത്ര രൂപ? അത് 55,000 രൂപ ഒരു വർഷത്തേക്ക്, റെന്റും മെസ്സും പിന്നെ അല്ല റെന്റും ഫുഡും ഫീസും എല്ലാം കൂടെ. അപ്പം ബേസിക് നേഴ്സ് അല്ല ഞാൻ. ശരി, എന്നാലും ആട്ടാൻ എനിക്കൊക്കത്തില്ല. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, ഏതായാലും ഈ 10,000 പിന്നെ ഇപ്പോഴത്തേക്ക് എനിക്കൊരു മുകളിൽ നിന്നൊരു കിട്ടും, ഒരു സമാധാനം ഉണ്ടാകും. ഞാൻ പോയി അവിടെ ചെന്ന് ഇതെടുത്തു വന്നു. ഇവിടെ വന്നു ചെന്നൈ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ ഞാനത് അഡ്വാൻസ് ഒക്കെ തന്നു, ഇനിയും ആരെങ്കിലും ദൈവദാസനെ നടത്തും. ഞങ്ങളൊക്കെ അങ്ങനെ കുഞ്ഞുങ്ങൾ 10 പാസ്സായിട്ട് എല്ലാവരും അവിടെ പോയത്, പഠിക്കാനൊന്നും നിവർത്തിയൊന്നും ഇല്ലായിരുന്നു.
എല്ലാവരും അമേരിക്ക, 7 ആമക്കളാ. ഒരു അമേരിക്കയിലെ കുടുംബമായിട്ട് ഇപ്പൊ കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അവിടെ കഴിയുക. അതുകൊണ്ട് ഭാഷയെ ദൈവം നടത്തും, ആരെങ്കിലും ഒക്കെ ഇതറിയും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പച്ച എന്നോട് ചോദിച്ചു എത്ര രൂപ ഇനിയും വേണ്ടി? ഞാൻ പറഞ്ഞ അപ്പച്ച ഇനി 55,000 രൂപ വേണം ഈ വർഷം തന്നെ, ഈ 10 കൂടാതെ. അപ്പച്ചൻ ഏപ്രിൽ അങ്ങ് അമേരിക്കയിൽ പോവുകയും ചെയ്തു. ഇവിടെ അഡ്മിഷൻ നമ്മൾ ബുക്ക് ചെയ്യാൻ പോയത് അന്നാ. അത് കഴിഞ്ഞ് അപ്പച്ചൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോ ആ മോള് BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് UK-യിലുണ്ട്. ഭർത്താവും 2 കുഞ്ഞുങ്ങളുമുണ്ട്. എൻ്റെ മോന് MCOM ഒക്കെ കഴിഞ്ഞ് CA-യുടെ കുറച്ച് ക്ലാസ് ഒക്കെ പഠിച്ച് ഇപ്പൊ ഒരു കാനഡയിലുണ്ട്. അവരെയൊക്കെ ദൈവം അത്ഭുതകരമായി നടത്തുന്നു. വലിയ ശത്രുതയിൽ നിന്നും എതിർപ്പുകളിൽ നിന്നും ഒക്കെ എനിക്ക് ഒരു കാര്യമുണ്ട്, വിശ്വസ്തയോട് ദൈവത്തെ സേവിക്കണം. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല, എനിക്ക് നിത്യത ഇല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിത്യതയ്ക്ക് തടസ്സമായ ഒരു നന്മയും. എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ധനമോ ഉയർച്ചയോ ദൈവം കൊടുക്കുന്നതല്ലാത്ത ഒന്നിലും മോഹിക്കാനിടയാകും. എൻ്റെ മോനിപ്പോ കാനഡയിൽ ഒരു ചെറിയ ചർച്ച ഒരു പാസ്റ്ററെ വെച്ച് നടത്തുന്നുണ്ട്. അതുപോലെ മോളും ഒരു നല്ല ദൈവദാസനോട് ചേർന്ന് UK-യിലെ ആരാധന നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് ഭൗതികമായതിലുപരി ആത്മീയമായ പ്രതീക്ഷയിൽ ഞങ്ങൾ കർത്താവിൽ പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോവുകയാണ്. കർത്താവ് ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്, അവിടുത്തെ കർത്താവിന്റെ മഹത്വമേറിയ ഈ പ്രവൃത്തി ഒരു വലിയ ക്രൂസേഡിനേക്കാൾ ഓരോ ആഴ്ചയിലും ഓരോ മാസങ്ങളിലും ഓരോരുത്തരെ ദൈവം നടത്തിയ വിധങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് കർത്താവ് ചെയ്യുന്ന ഈ വലിയ പദവിയുടെ എനിക്ക് പങ്കുചേരുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന്, ഞാൻ ക്രമീകരിച്ച് സാക്ഷ്യം പറയാൻ എനിക്ക് ഇന്ന് വരെ അവസരം ലഭിച്ചിട്ടില്ല. ഇനിയുമായിരുന്ന എൻ്റെ ജീവിതത്തിലെ വലിയ അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. കർത്താവ് എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ വേണ്ടുന്നതൊക്കെ ദൈവം നൽകി മാനിക്കുന്നു. വിശ്വസ്തയോട് ദൈവത്തെ സേവിച്ച് ഞാനും എൻ്റെ കുടുംബവും കഴിയുന്നു. കർത്താവ് ദൈവദാസനെ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവദാസൻ പാസ്റ്റർ ജോൺ CS അവറുകൾ ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവബഹുലമായ ഒരു ജീവിതയാത്രയുടെ ഒരു രത്നച്ചുരുക്കം മാത്രമാണ് ഇവിടെ പറയുവാനിടയായി തീർന്നതെന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയും. ഏതാണ്ട് ബാല്യകാലത്തിലെ ഓർമ്മകളും അനുഭവങ്ങളും മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു തകർന്ന ഒരു ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ തകർന്ന ഒരു പാത്രം എങ്ങനെ അതിനെ വീണ്ടും മെനഞ്ഞെടുത്ത് ഒരു പുതിയ ഉപയോഗമുള്ള ഒരു പാത്രമാക്കി മാറ്റപ്പെടുന്നു, അതേപോലെ ഉള്ള ഒരു അനുഭവമാണ് ദൈവദാസൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ രാഷ്ട്രീയത്തിനും മറ്റുള്ള എല്ലാ സാമൂഹിക വിഷയങ്ങളിലും ഒക്കെ മുൻനിരയിൽ നിന്ന് അടിയും വേദനയും മറ്റ് പലവിധമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത ഒത്തിരി സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി. എന്നാൽ ആ ഒരു നിലയിൽ ജീവിതം തുടർന്ന് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇന്നിങ്ങനൊരു സാക്ഷ്യം പറയുവാൻ കഴിയുമായിരുന്നില്ല. സ്വർഗത്തിലെ ദൈവം അതിൽ നിന്നൊക്കെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ആ മഹാകൃപയാൽ, ആ മഹാകരുണയാൽ ദൈവദാസന് നിരക്ഷയുടെ സന്തോഷത്തിൽ വരുവാനും തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാനും കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാനും ദൈവരാജ്യത്തിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാനും ഒക്കെ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയല്ലോ. കർത്താവ് പിന്നെ ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പിന്നെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവദാസന് അരോമാറ്റിയുടെ വ്യൂവേഴ്സിന് വേണ്ടി കർത്താവിൻ്റെ ദാസന് ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. സകലതും അവങ്കലേക്കും, സകലതും അവനാലും, സകലതും അവങ്കലേക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവെ, അങ്ങറിയാത്തതൊന്നും
ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞങ്ങളെ കർത്താവ് സ്നേഹിച്ചതോർത്ത് സ്തോത്രം. നിങ്ങളുടെ മക്കളാക്കി തീർക്കുവാൻ അവിടുന്ന് ഭാഗ്യപദവി തന്നതോർത്ത് സ്തോത്രം. ഈ പ്രസ്ഥാനത്തെ കർത്താവ് ദൈവദാസൻ നടത്തുന്ന ശ്രേഷ്ഠമേറിയ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കണം. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. അങ്ങയുടെ നാമ മഹത്വത്തിനായി അനേകർ കർത്താവിലേക്ക് അടുത്തു വരുവാൻ, കർത്താവ് എങ്ങനെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളതിനെ കുറിച്ച് മറ്റു പലരുടെ ജീവിതാനുഭവം ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാണിപ്പാൻ കർത്താവ് കൊടുത്ത മഹാഭാഗ്യത്തിനും ശുശ്രൂഷയ്ക്കുമായി സ്തോത്രം. തനിക്കുള്ള മക്കളെയും എത്ര പേരുണ്ടെന്ന് അറിയുന്നില്ല, എല്ലാവരെയും തന്റെ കുടുംബത്തെയും പ്രസ്ഥാനത്തെയും എല്ലാ പ്രവർത്തനത്തെയും അനുഗ്രഹിക്കും. കൃപയിൽ കാത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ CS അവറുകൾ എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ജീവിതാനുഭവവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യ ആരോഗ്യ ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ നല്ല സാക്ഷ്യങ്ങളെ വഹിപ്പാൻ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയും കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. aroma.tv.com.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രാർത്ഥനയിൽ സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടിക്കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമീൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.